വിശിഷ്ടാതിഥി അതുപോലെ നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ഡോക്ടർ ടി.പി. ശശികുമാർ സാറിനെ ഞാൻ ആദരവോടെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കും. കുട്ടികൾ വേദിയിലിരിക്കുന്ന നമ്മുടെ വിശിഷ്ടാതിഥി ഡോക്ടർ ടി.പി. ശശികുമാർ സാർ, അതുകൂടി ഈശ്വര പ്രാർത്ഥന. ആഹ്വാനം നൽകാനായി ഞാൻ സെക്രട്ടറി ശ്രീ കെ.എസ്. നായർ അവരെ ക്ഷണിക്കുകയാണ്. അടുത്തത് നമ്മുടെ വിശിഷ്ട അതിഥിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്ന രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട്. സാറിന് ഇവിടെ നിന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ മൈക്ക് നമുക്ക് അങ്ങോട്ട് നിന്ന് വേദിയിലിരിക്കുന്ന സംഘാടക സമിതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ, ഞാൻ രാധാദീദി വിളിക്കുന്നുണ്ട്. രാധാദീദി, പ്രിയ സഹോദരി സഹോദരന്മാര്, എൻ്റെ പ്രിയ മക്കളെ, നിങ്ങളെപ്പോലെ ഞാനും ഒരു കേരളം വിട്ട് കേരളത്തിന് പുറത്ത് ജീവിക്കുന്നൊരു വ്യക്തിയാണ്. 1989 ഞാൻ കേരളം വിട്ടു. 89-90 അഹമ്മദാബാദ്, 90 മുതൽ ഹൈദരാബാദിൽ സ്ഥിരമായിട്ട്, 1 വർഷം ബാംഗ്ലൂര്, 2 വർഷം ഇടയിൽ കേരളത്തില്, പിന്നെ 2 വർഷം ഡൽഹിയില്, പിന്നെ 2 വർഷം കേരളത്തില് പാലക്കാട്, പിന്നെ 2 വർഷം ഹൈദരാബാദ്, ഇപ്പൊ 1 വർഷം ഏകദേശം 6 മാസമായിട്ട് കേരളം. അങ്ങനെ കേരളവും ഹൈദരാബാദുമായിട്ട് റിട്ടയർമെന്റിന് ശേഷം ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ സയന്റിസ്റ്റ് ആയിരുന്നു. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലെ ഡയറക്ടർ ജനറൽ ഓഫ് സെക്യൂരിറ്റിയിലെ ഒരു പോലീസായിരുന്നു കുറച്ചു കാലം. ഞാനും നിങ്ങളും അടുത്ത വ്യക്തികളാണ്. കാരണം ഞാൻ ജീവിതത്തിന്റെ പകുതിയിലധികം ഭാഗം ജീവിച്ചത് AP-യിലാണ്. എവിടെ? AP? ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ. പല പ്രാവശ്യം ഞങ്ങള് ഹൈദരാബാദില് കുറച്ച് കൾച്ചറൽ, സ്പിരിച്വൽ, റിലീജിയസ് ആക്ടിവിറ്റീസുമായിട്ട് നല്ലപോലെ ബന്ധമുള്ള ഒരാളാണ്. അപ്പൊ നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ചില വ്യക്തികളെയൊക്കെ നമുക്ക് കിട്ടാറുണ്ട് ഹൈദരാബാദിൽ സംസാരിക്കാൻ. അവരൊക്കെ എന്തിനാ വരണമെന്ന് ചോദിച്ചാൽ അവരുടെ ഒരു കംപ്ലൈന്റ് പറയാനാണ്. ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമല്ലാന്നാ തോന്നുന്നത് എന്ന് പറയാൻ. കാരണം ഈ നോർത്ത് ഈസ്റ്റിലുള്ളവരും അതുപോലെ ഭാരതത്തിന്റെ ചില പ്രദേശങ്ങളുണ്ട്,
ലക്ഷദ്വീപ് പോലെയുള്ള സ്ഥലങ്ങൾ, അവരൊക്കെ മെയിൻലാൻഡും ഐലൻഡും തന്നെ പറയും. അപ്പൊ അവർക്കൊരു ഒരു ഭാരതത്തിന്റെ ഭാഗമാണെന്നുള്ളൊരു ഫീലിംഗ് ശരിക്കില്ല. അതിപ്പോ കാശ്മീരിൽ പോയാലും അതന്നെ സ്ഥിതി. അവർക്ക് ഭാരതത്തിന്റെ ഭാഗമാണെന്ന് തോന്നാറില്ല. അത് ഉണ്ടാക്കിയെടുക്കാൻ കുറേ പ്രയത്നങ്ങള് വിവേകാനന്ദ വിഷൻ, വിവേകാനന്ദ കേന്ദ്ര ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് കുറച്ചും കൂടി ആക്റ്റീവ്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ഇന്ത്യയിലുള്ള സ്റ്റേറ്റിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്തു. അതുപോലെ കേരളത്തിലുള്ള മലയാളി ഗ്രൂപ്പുകൾ, ഇപ്പൊ കേരളത്തിലുള്ള ആക്ടിവിറ്റീസിനെക്കാളും ഇപ്പൊ ഡൽഹിയിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എനിക്കറിയാം, ഓഗസ്റ്റ് മുതൽ നവംബർ വരെ ഓണാണ്. കാരണം ഓരോ മലയാള സമിതിയും ഓരോ ഞായറാഴ്ച ബുക്ക് ചെയ്യും. അങ്ങനെ ഓണാഘോഷം ഇങ്ങനെ നീണ്ടു പോകും. ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്ന 2 വർഷം എനിക്ക് നല്ല സുഖമായിരുന്നു. എല്ലാ സൺഡേ നല്ല സദ്യ കിട്ടും. ഞാനവിടെ ബാച്ചിലറായിട്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം ഓരോ ദിവസവും ഓരോ പ്രോഗ്രാം. എനിക്ക് തോന്നുന്നു 2 വർഷത്തിൽ 164 പ്രോഗ്രാംസ് കിട്ടിയിട്ടുണ്ട് ഡൽഹിയിൽ. അത് വ്യത്യസ്ത സമിതികൾ. ഡൽഹിയിലൊക്കെ മയൂർ വിഹാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നല്ല സുഖം. അവിടെ കണ്ണൂർ മലയാളി അസോസിയേഷൻ, കോഴിക്കോട് മലയാളി അസോസിയേഷൻ, കോട്ടയം മലയാളി അസോസിയേഷൻ, അങ്ങനെ ഓരോരോ ജില്ലകൾ വെച്ചിട്ട് അസോസിയേഷനാണ്. അത്രയും ആൾക്കാരുണ്ട് അവിടെ. പോയ സമയത്തൊരു ഓണം പരിപാടിക്ക് പോയ സമയത്ത് ഞാൻ ചെറിയൊരു സജഷൻ കൊടുത്തു, ചെറിയ കുട്ടികളെ, കൈകുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മലയാളി പ്രോഗ്രാംസിൽ ഏകദേശം ഈ കുട്ടികളുടെ പ്രായമുള്ള കുട്ടികൾ, കൈകുട്ടികളിൽ ചെണ്ട, നമ്മളൊക്കെ ഈ മലയാളി പ്രോഗ്രാംസിൽ ചെണ്ടയുടെ പ്രോഗ്രാംസ് ഒക്കെ കാണും. ദിൽഷാദ് ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രോഗ്രാം ഉള്ള സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, ഈ ഡൽഹി ചീഫ് മിനിസ്റ്റർ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവരെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നത് മലയാളി സ്ത്രീകള് താലമെടുത്തിട്ട് അവിടുത്തെ മലയാളി ചെണ്ടയോടുകൂടി വെറുതെ പ്രോഗ്രാം നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു തരാന്ന് പറയുന്നു. ഇപ്പൊ എന്താ സംഭവം എന്നറിയോ? ഡൽഹിയിലുള്ള എല്ലാ മിനിസ്റ്റേഴ്സിനും ഇത് വേണം. ആദ്യം ഫ്രീ ആയിട്ട് ചെയ്ത് ഇപ്പൊ ഭയങ്കര കാശാ. ഇങ്ങനെ അഡ്വർടൈസ് ചെയ്യണം, നമ്മൾ പബ്ലിസൈസ് ചെയ്യണം, നമ്മുടെ പ്രസൻസ് കാണിച്ചു കൊടുക്കണം. അതെവിടെയാണ് നമ്മൾ പലപ്പോഴും ഓണസദ്യക്ക് നമ്മുടെ ഓണസദ്യ നമ്മൾ മാത്രം കഴിച്ചാൽ പോലെ ഇവിടെയുള്ള ആൾക്കാരെ കൊണ്ട് കഴിപ്പിക്കണം. ഇപ്പൊ പിന്നെ അംബിക സോണിയൊക്കെ പ്രോഗ്രാമിന് വിളിച്ചാൽ മലയാളം പ്രോഗ്രാമിന് ചാടി ഓടി വരും. ഭയങ്കര ത്രില്ലാണ്. ഡൽഹി ചീഫ് മിനിസ്റ്റർ ഷീല ദീക്ഷിത് ഞാനൊരു 10-15 പ്രോഗ്രാംസിന് കൂടെ കണ്ടിട്ടുണ്ട്. മിക്കവാറും പ്രോഗ്രാമുകളിൽ അവരുണ്ടാവും ഗസ്റ്റായിട്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടം മലയാളം പ്രോഗ്രാം. ആ ചെണ്ട കൊട്ടും ആ വേഷവിധാനവും. കാരണം ഇത്തരം റിസപ്ഷൻസ് ഒന്നും പല ഭാഗത്തും ഇല്ല. അതുപോലെ എനിക്ക് തോന്നില്ല ഇവിടെ, ഞാൻ പണ്ട് വന്ന സമയത്ത് എനിക്ക് ഓർമ്മയില്ല, ആസാം ഗോഹട്ടിയിൽ വന്ന സമയത്ത് എനിക്ക് ഒരു ആ ഷോളും ഷൊറായി എന്തായാലും പറയാം, ഹൊറായി, ആ ഹൊറായിയൊക്കെ തന്നത് എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ എല്ലാം ട്രൈബൽ ആക്കി എന്നാ പറഞ്ഞത്. കുഴപ്പമില്ല, ഞാൻ അല്ലേ, നീ ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ വേഷമാണ്. കഴിഞ്ഞ ആഴ്ച ഷില്ലോങ്ങിലായിരുന്നു. ഞാനിപ്പോ അവിടുത്തെ ട്രൈബൽസിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ പടെടുക്കുമല്ലോ, എന്നിട്ട് ഇന്റർനെറ്റിൽ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിലും ജീവിതം എന്ന് പറയുന്ന ഒരു വേഷം കെട്ടല്ലോ അല്ലേ? ഇങ്ങനെ ഓരോ വേഷം നമ്മൾ കിട്ടും, വ്യത്യസ്തമായ വേഷം കെട്ടും. ഞാൻ ഡൽഹിയിൽ ഇരിക്കുന്ന കാലത്ത് നമ്മുടെ ആർമി, എയർഫോഴ്സ്, നേവി, പോലീസ് ആ ഗ്രൂപ്പിലാണ് ഞാൻ. അതിൽ ആദ്യമായിട്ടാണ് ഒരു സിവിലിയന് ഈ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റലിജൻസിൽ IPS ഇല്ലാത്ത, യൂണിഫോം ഇല്ലാത്ത ആദ്യത്തെ ഒരാൾ ഞാനായിരുന്നു. പോലീസുകാരുടെ ഗ്രൂപ്പത്തിൽ പോലീസ് അല്ലാത്ത ഒരാള്, സയന്റിസ്റ്റ് ആയിട്ടുള്ള ഒരാള്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാ മാസവും പ്രൈം മിനിസ്റ്ററുടെ കൂടെ ഒരു ഡിന്നർ പ്രോഗ്രാം ഉണ്ട്. ഞാൻ സാധാരണ പോവാറില്ല, കാരണം അവിടെ പോണ സമയത്ത് കറുത്ത കോട്ടും കറുത്ത സോക്സ്, കറുത്ത ഷൂ, ഒരു സ്പെസിഫിക് സ്റ്റൈൽ ഉണ്ട്. അതൊക്കെ നമുക്ക് ഡ്രസ്സൊക്കെ അവർ തരും, ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പൊ അത് ഇടണം, എന്നിട്ടേ പോവാന്നൊക്കെ ഉണ്ട് റൂള്. ഭയങ്കര നിർബന്ധിച്ച സമയത്ത് ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഞാൻ ഇതിടാതെ ഞാൻ വരാണെങ്കിൽ വരാന്ന്. അപ്പൊ എന്റെ ബോസ് പറഞ്ഞു, അത് ഇടാണ്ട് പോകാൻ പറ്റില്ല, വണ്ടിയിൽ വെച്ചോളൂ, ബൈ ചാൻസ് ഇൻസിസ്റ്റ് ചെയ്തിട്ട് ഗേറ്റിൽ നിന്ന് കയറ്റില്ല എന്നുണ്ടെങ്കിൽ ഡ്രസ്സ് മാറ്റിട്ട് കയറേണ്ടി വരും, അല്ലെങ്കിൽ തിരിച്ചു പോകണം പറഞ്ഞു. അപ്പൊ ഗേറ്റിൽ ആരും എന്നെ സ്റ്റോപ്പ് ചെയ്തില്ല, കാരണം അവിടെ ആരും ഈ ഡ്രസ്സ് ഇടാണ്ട് വരാറില്ല, എല്ലാരും ഇങ്ങനെ വരാം. അവിടെ 2 ആളെ ഈ യൂണിഫോം ഇല്ലാണ്ട് വരാറുള്ളൂ. ഒരാള് മൻമോഹൻ സിംഗ്, അതേപോലെ ഒരാളെ അവർ കണ്ടു. അപ്പൊ അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നി. ഞാൻ നേരെ അങ്ങോട്ട് നടന്നുപോയി. മൻമോഹൻ സിംഗ് എല്ലാരും നോക്കുമ്പോ എല്ലാരും ഡ്രസ്സ് ഇട്ടിട്ടാണ്, ഡ്രസ്സ് ഇടാത്ത ഒരാളെ കണ്ടിട്ടുള്ളൂ, അത്
ഞാനാണ്. ഉടനെ വന്ന് എന്റെ കൈ പിടിച്ചു, ഒരു 10-25 മിനിറ്റ് എന്റെ കൈ പിടിച്ചുകൊണ്ട് സംസാരിച്ചു ഞങ്ങൾ കുറെ സമയം. കാരണം അയാൾക്ക് കുറെ കംഫർട്ടബിൾ ഈ യൂണിഫോം ഇല്ലാണ്ടിരിക്കുന്നവരുടെ കൂടെ നിൽക്കലാണ്. പിറ്റേ ദിവസം രാവിലെ എന്റെ ബോസ് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് മൻമോഹൻ സിംഗിനെ പരിചയമുണ്ടോ പണ്ടേന്ന്? ഞാൻ ഇന്നലെ ശരിക്കും പരിചയപ്പെട്ടു എന്ന് പറഞ്ഞു. ഇപ്പോ ഗോവ ഗവർണറായ വാങ്ചു ആയിരുന്നു അന്ന് SPGയുടെ ചീഫ്, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ. അപ്പൊ അദ്ദേഹം വിചാരിച്ചു എനിക്ക് മൻമോഹൻ സിംഗിനെ നല്ല പരിചയമുണ്ട്, എന്നിട്ട് ഒരു പടക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നു. ഞാൻ പറയുന്നത് പലപ്പോഴും നമ്മള് ഹൈലി ഫോർമൽ ആവുന്നതിനേക്കാളും ഹൈലി ഇൻഫോർമൽ ആവുമ്പോൾ കുറേ അഡ്വാൻറ്റേജ് കിട്ടും. ഈ ഇരിപ്പ് തന്നെ കുറേ ഡിസ്റ്റൻസ് തോന്നി. ഇന്ററാക്റ്റീവ് സെഷൻസ്, വളരെ ഇൻഫോർമൽ ക്ലാസ്സുകൾ, ഇതൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പോ എന്റെ നാട്ടുകാരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഇവിടെ. ഞാൻ പല ഭാഗത്തും സഞ്ചരിച്ചിട്ടുണ്ട്. എന്റെയൊക്കെ സുഖം എന്താ വെച്ചാൽ, നമ്മൾ കേരളത്തിൽ ഇപ്പൊ കോട്ടയത്ത് പോയിട്ട് പ്രോഗ്രാമിന് ക്ലാസ് എടുത്താൽ കോട്ടയത്തുകാരെ മാത്രമേ കാണുള്ളൂ, തിരുവനന്തപുരത്ത് പോയാൽ തിരുവനന്തപുരത്ത് മാത്രമേ കാണുള്ളൂ. ഞാൻ ഭിലായി പോയ സമയത്ത് ഞാൻ വെറുതെ ചോദിച്ചു, തിരുവനന്തപുരത്തുകാർ എത്ര പേര്, തിരുവനന്തപുരത്തുകാർ എത്ര പേരുണ്ട് ഇവിടെ? ആരുമില്ലേ? ചിലർക്ക് മടിയാണ് ഞാൻ തിരുവനന്തപുരത്താന്ന് പറയാൻ. കാരണം പത്മനാഭനെ കടത്തിയ സ്ഥലമാണ്, കാല് വാരുന്നവരാ, ശ്രദ്ധിച്ചോളാം. ശരിക്കും പത്മനാഭൻ എല്ലാ സ്ഥലത്തും നിന്നിട്ടാണുള്ളത്, ഒരു സ്ഥലത്തെ കടന്നിട്ടുള്ളൂ. കാരണം കാല് വാരുന്നതിന് മുമ്പ് കടന്നതല്ലേ. പക്ഷേ ഞാൻ മലബാറുകാരനാട്ടോ, കണ്ണൂരാണ്. ഏറ്റവും നല്ല ഹൃദയമുള്ള ഒരു കണ്ണൂരുകാരാണ്. അതിനേക്കാളും നല്ല കാസർഗോഡ്. ഏറ്റവും നല്ല കേരളീയരെ കാണണമെങ്കിൽ കണ്ണൂരും കാസർഗോഡും ഒക്കെ പോകണം. രാവിലെ പരശുരാം എക്സ്പ്രസ് എന്നൊരു ട്രെയിൻ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? കേരളത്തില് മംഗലാപുരത്ത് നിന്നുള്ള സുഖമായിട്ട് കിടക്കുന്നുണ്ടാവും അവിടെ. അത് അവിടെയുള്ളവരല്ല, പുറത്തുള്ളവർ കൊണ്ടുവന്ന് വെക്കുന്നതാണ്. അവിടെ സുഖമായിട്ട് കിടക്കണ്ടാവും. അപ്പൊ ഈ കണ്ണൂരിക്കാർ കയറും, അയാൾ ഉണരുമ്പോ ഇരിക്കാന്ന് വിചാരിച്ചിട്ട്. ഉണത്തില്ല, ഡിസ്റ്റർബ് ചെയ്യുന്നൊന്നും ഇഷ്ടമല്ല. അയാൾ സുഖമായിട്ട് അയാൾ കിടക്കും. അയാൾ ഇങ്ങനെ നിൽക്കും. കോഴിക്കോട് എത്തുമ്പോ കുറെ പഹയന്മാരെ കയറും. അവര് കയറി കഴിഞ്ഞ് അയാളെ തട്ടി എഴുന്നിട്ട് അവിടെ ഇരിക്കും. അപ്പോഴും കണ്ണൂർക്കാരന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കോട്ടയത്തൊക്കെ എത്തുമ്പോണ്ടല്ലോ, ഈ കിടക്കുന്ന ആള് പുറത്തുണ്ടാവും, ബാക്കിയുള്ളവരെ ഫുൾ സീറ്റ് ഇട്ടിട്ടുണ്ടാവും. അതാണ് കണ്ണൂരിന്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ശരിക്കുള്ള ചൊവ്വ അറിയാൻ ഫുൾ ട്രാവൽ ചെയ്ത് നോക്കണം എന്നറിയാം. എന്റെ ഗുരു പറയാറുണ്ട്, ഇന്ത്യയുടെ ജിയോഗ്രഫി പോലെയാണ് സന്തോഷം. കേരളത്തിൽ എങ്ങനെയുണ്ടോ ജീവിതം എന്ന് ചോദിച്ചാൽ എന്താ പറയാ? സാധാരണ ആൾക്കാരോട് ചോദിക്കാറില്ലേ എങ്ങനെയുണ്ടോ ജീവിതം, എന്താ പറയാ? ഇല്ല, അവിടെ ഹർത്താൽ. ഹർത്താൽ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും താലാണ്. അവിടെ താലില്ല, കൂട്ട് മാത്രമേ ഉള്ളൂ. അതിന്റെ അർത്ഥം പോലും അറിയില്ല മലയാളികൾക്ക്. അതറിയോ? ഈ ഹർത്താൽ നടത്തുന്ന ഒരാളോട് ചോദിച്ചു, ഞാൻ ഒരു വലിയ നേതാവിനോട് ചോദിച്ചു, ഈ ഹർത്താൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. അതെന്തോ താള് പോലെ എന്തോ ഒരു സാധനം, അവർക്ക് അറിയില്ല, ഹിന്ദി പോലും അറിയില്ല. ശരിക്കും നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത, കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ ജീവിതം ശരിക്കും ആഘോഷിക്കാൻ അറിയില്ല, സന്തോഷിക്കാൻ അറിയില്ല. എങ്ങനെയുണ്ടോ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നു എന്നറിയാം. അപ്പൊ ഞാൻ സാധാരണ ചോദിക്കും, എന്തിനാ ഇങ്ങനെ പോകണം, നിർത്തിക്കൂടെ പണി? അല്ലെ, പച്ചമലയാളത്തിൽ ചത്തൂടെ എന്നാ ചോദിക്കുന്നത്. മലയാളം സീരിയലൊക്കെ കണ്ടു കഴിഞ്ഞാലോ ആകെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ, എന്തിനാണാവോ ഇങ്ങനെ. അതേ സമയത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ട എന്ത് സന്തോഷമാണ് ആൾക്കാർ, അടിച്ചു പൊളിച്ച് ജീവിക്കും. ശരിക്കും നല്ല സന്തോഷമുള്ളവരായിട്ട് മാറണം, നല്ല ഹാപ്പി ആവണം ലൈഫ്. അത് ശരിക്കും പഠിക്കണമെങ്കിൽ നമ്മൾ കേരളത്തിന് വെളിയിൽ വേണം. ആഘോഷങ്ങളും സന്തോഷങ്ങളും. കേരളത്തിലെ സന്തോഷമുണ്ട്, പക്ഷെ വൈകുന്നേരം ഉണ്ടാവുള്ളൂ ചില സ്ഥലത്ത്. മലയാള ഭാഷയുടെ വലിയ പ്രശ്നം കേട്ടോ മലയാള ഭാഷ. മലയാള ഭാഷയുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താ? നമ്മൾ ഈ ബാക്കിയുള്ളവരടുത്തൊക്കെ കരളെ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുകയില്ല. ഏറ്റവും സ്നേഹമുള്ളവരുടെ മലയാളം പാട്ടുകളിലൊക്കെ ഉള്ള പാട്ടെന്താ? കരളേ എന്നൊക്കെ. ഈ കരളെ എന്നുള്ളതൊന്ന് ഇംഗ്ലീഷ് ഒന്നാക്കിയിട്ട് വിളിച്ചാട്ടെ, എന്റെ ലിവറേ എന്നൊക്കെ വിളിച്ച്. എന്തുകൊണ്ടാണ് കരളിന് കേരളത്തിൽ പ്രത്യേകത എന്നറിയോ? കരളാണ് നമ്മുടെ കെമിക്കൽ ഫാക്ടറി ഓഫ് ദ ബോഡി.
അപ്പൊ ടെൻഷൻ വരുമ്പോ ബയോ കെമിസ്ട്രി മാറും. ആ ബയോ കെമിസ്ട്രി ഉണ്ടാക്കുന്നത് കരളിലാണ് അല്ലെ? ഈ ബയോ കെമിസ്ട്രി ചേഞ്ച് ചെയ്താൽ സന്തോഷമുള്ളവരെ സങ്കടമുള്ളവരാക്കാം, സങ്കടമുള്ളവരെ സന്തോഷമുള്ളവരാക്കാം. നല്ലോണം പ്രഭാഷണം ചെയ്യുന്ന ഒരാൾക്ക് ബയോ കെമിസ്ട്രി ഒന്ന് ചേഞ്ച് ചെയ്താൽ മിണ്ടാണ്ടൊരു മൂലക്ക് ഇരുന്നോളൂ. മിണ്ടാണ്ട് മൂലക്ക് ഇരിക്കുന്ന ഒരാൾക്ക് കുറച്ച് ബയോ കെമിസ്ട്രി ചേഞ്ച് ചെയ്താൽ അയാൾ നല്ല പ്രഭാഷകനാണ്. അറിയില്ലേ? ഒരു പെക്കടിച്ചാൽ മതി, മിണ്ടാണ്ടിരിക്കുന്ന ആൾ എന്തൊക്കെയാ പറയാ, എല്ലാ ഫിലോസഫി ഒക്കെ വരുന്ന ലൈഫിൽ ബയോ കെമിസ്ട്രി ചേഞ്ച് ചെയ്താൽ അത് കേരളത്തിൽ എപ്പോഴും നടക്കുന്ന സംഭവമാണ്. ഏറ്റവും കൂടുതൽ കുടിയന്മാര് ഉള്ള സ്ഥലം കേരളമാണ്. ഏറ്റവും കൂടുതൽ പല കുറ്റങ്ങളും കുറവുകളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കേരളമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിന് പുറത്തുള്ളവര് കേരളീയരാണെന്ന് പറഞ്ഞ് പുറത്ത് ജീവിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, സന്തോഷം ഇടക്ക് പോയിട്ട് അനുഭവിക്കുമ്പോൾ നല്ല സുഖമാണ്. ചില കവികളുടെ കവിതകളുണ്ട്. എന്റെ വയലാറിന്റെ നനവൊന്നു വേറെ. വയലാറിന്റെ പഴയ കവിതകൾക്ക് നല്ല നനവുണ്ട്. വയലിലൂടെ പോകുന്ന ആറിന്റെ നനവൊന്നു വേറെ, മാങ്കൊമ്പിൽ അണ്ണാന്റെ ധൃതി ഒന്നു വേറെ. മാങ്കൊമ്പ് എന്ന് പറഞ്ഞ ഒരാൾ നല്ല അത്ര കവിത, ധൃതി പിടിച്ച കവിതകൾ. ഇതൊക്കെ കേൾക്കാൻ നല്ല സുഖമാണ്. പക്ഷെ കേരളത്തില് ജീവിക്കുമ്പോൾ അത്ര സുഖമാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് കേരളത്തിൽ പോയി താമസിക്കില്ല, കുറച്ചു കാലം. അവിടുന്ന് മതിയാവുമ്പോ പോകും, തിരിച്ചു പോകും. മിക്കവാറും കുറേ പ്രാവശ്യം വിസിറ്റ് ചെയ്യുന്നവരാണ് ഞാൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കടത്തുറകളിലും ക്ഷേത്ര പ്രഭാഷണങ്ങൾക്കായിട്ടും കോളേജ് സ്കൂൾ ക്യാമ്പസുകളുടെ കളക്ഷൻസിനും ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാംസിനുമായിട്ടൊക്കെ. പക്ഷെ അതിനേക്കാളും കൂടുതൽ സന്തോഷം കിട്ടുന്നത് ഇതേപോലെയുള്ള സ്ഥലത്ത് വരുമ്പോ. കാരണം തിരുവനന്തപുരത്തുകാരുണ്ടാവും, ആലപ്പുഴക്കാര് ഇന്ന് കണ്ടു, ആലപ്പുഴക്കാരുണ്ട് കുറെ പേര്, പത്തനംതിട്ട. ഈ പിള്ളേർക്കാരെങ്കിലും കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളുടെയും പേര് പറയാൻ പറ്റും? നോക്കട്ടെ, ഏറ്റവും സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ ആരാണ്? ഞാൻ എന്തിനാ ഇങ്ങനെ ഡിസ്ട്രിക്റ്റിന്റെ പേര് പറയുന്നത്? ഏത് കുട്ടിക്കറിയാം? ഏത് അച്ഛന്മാർക്കറിയാം? ഏത് അമ്മമാർക്കറിയാം? ഏത് അച്ഛന്മാർക്കറിയാം? അച്ഛന്മാർക്കും അമ്മമാർക്കൊക്കെ അറിയണ്ടാവും തോന്നുന്നു എനിക്ക്. അറിയോ? മക്കൾക്ക് അറിയോ കേരളത്തിലെ ഡിസ്ട്രിക്റ്റിന്റെ പേര്? ഏതെങ്കിലും കുട്ടികൾക്ക് പറയാൻ പറ്റും? പറ്റൂറ? മലയാളം മനസ്സിലാവണേ ഇല്ലേ? അല്ല, ഞാൻ മലയാളികളോട് തന്നെയാണോ സംസാരിക്കണത്? ഡൽഹിയിൽ പോയിട്ട് ഒരു കേരള എക്സിബിഷൻ ഉണ്ടല്ലോ, കേരള പവലിയൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇൻഡസ്ട്രിയൽ എക്സിബിഷനിൽ അവിടെ നല്ല മലയാളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മംഗമാര്, അങ്ങനല്ലേ പറയാം, മലയാളി മംഗമാര് നേരിയതൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. അസലായിട്ട് ഹിന്ദിയിൽ സംസാരിക്കും. ഞാൻ പറഞ്ഞു മലയാളത്തിലല്ലാണ്ട് ഒരു അക്ഷരം മിണ്ടിപ്പോയാൽ ഹാസാം. അതിന് ഉത്തരവും ഹിന്ദിയിലേ വരുള്ളൂ. ഞാൻ പറഞ്ഞു ഇനി മലയാളം പറയുന്നത് ശരിക്കും ഹിന്ദി പറയുന്നത് മലയാളം പറയാം. മലയാളം കുറച്ച് പറയാം. നമ്മൾ നല്ല കഫ്സിറപ്പ് മേടിച്ച് കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. ഈ കുറച്ച് പറയാൻ പാടില്ല. മലയാളം കേരളത്തില് ഈ പിള്ളേരൊന്നും പഠിപ്പിച്ചിട്ടില്ല. കേരളത്തിലെ ഡിസ്ട്രിക്ട് നെയിംസ് ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഉണ്ടോ ഇല്ലയോ? പഠിച്ചോ? തിരുവനന്തപുരം, പിന്നെ ഏതാ? കൊല്ലം. എത്ര പേരുണ്ട് കൊല്ലത്തില്? ഓക്കെ. ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം. ഞാൻ ഓർഡറിലാണ് വരുന്നത്. തൃശ്ശൂര്. ഓക്കെ. മക്കൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. എനിക്ക് തോന്നുന്നു മലയാളി സംഗമത്തിന്റെയോ അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പായാലും, അത് മലയാളി കലാ ഗ്രൂപ്പായാലും സോഷ്യൽ ഗ്രൂപ്പായാലും ഭക്തി ഗ്രൂപ്പായാലും, ഏറ്റവും അത്യാവശ്യം എന്താ വെച്ചാൽ ആഘോഷങ്ങൾക്ക് പ്രാധാന്യം നമ്മൾ പലപ്പോഴും കൊടുക്കും, പക്ഷെ പഠനങ്ങൾക്ക് കൊടുക്കുന്നില്ല. അത് ശരിക്കും പഠിക്കണം. ഇപ്പം ഭക്തി സംബന്ധമായ ഒരു അസോസിയേഷന്റെ പ്രോഗ്രാമിനാണ് നമ്മളിവിടെ വന്നത്. തെറ്റായിട്ട് ധരിക്കരുത്. വിളക്ക് കത്തിക്കുന്നതിന് പോലും കൃത്യമായ ആചാര അനുഷ്ഠാനങ്ങള് വിധിപ്രകാരം കൽപ്പിച്ചിട്ടുള്ള രാജ്യമുണ്ട്. മിക്കവാറും ഒരു ചടങ്ങായതുകൊണ്ട് 5 പേര് 5 തിരി കത്തിക്കും. ശരിക്കും പറഞ്ഞാൽ മാപ്പാക്കണേ കൊണ്ടാണ് ഞാൻ കത്തിച്ചത്. അങ്ങനെ ചെയ്യരുതെന്നാണ് നമ്മുടെ ഭാരതീയ ശാസ്ത്രം. വിളക്ക് ഒരാളെ കത്തിക്കാവൂ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് കത്തിക്കാവൂ. അങ്ങനെ പല റൂൾസും ഉണ്ട്.
ഏകവർത്യം മഹാവ്യാധി, ദ്വിവർത്തിസ്തു മഹദ്ധനം, ത്രിവർത്യം മോഹമാലസ്യം, ചതുർവർത്യം ദരിദ്രത, പഞ്ചവർത്തിസ്തു ഭദ്രം സ്യാൽ, ദ്വിവർത്യം സുശോഭനം. 5 തിരി കത്തിക്കണം. 5 തിരി കത്തിക്കുന്നതിൽ 2 തിരി കത്തിച്ചാൽ മതി. കാരണം 4, 3 കത്തിച്ച് നിർത്താൻ പറ്റില്ല നമുക്ക്. ഓരോന്നിനും വിധിപ്രകാരം കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ നമ്മുടെ ഈ കൾച്ചറൽ അസോസിയേഷനോ അല്ലെങ്കിൽ ഭക്തി സംബന്ധമായ അസോസിയേഷനോ ഒക്കെ ചെയ്യേണ്ടത് ഇത്തരം പഠനങ്ങൾ ഉണ്ടാവും, ക്ലാസ്സുകൾ ഉണ്ടാവും, ബുക്സ് അവൈലബിൾ ആണ്. അത് പഠിക്കാനും പഠിപ്പിക്കാനും. അപ്പൊ ഞാൻ ഹൈദരാബാദില് താമസിക്കുന്ന സമയത്ത് എല്ലാ സാറ്റർഡേസും കുറേ വർഷങ്ങള് എന്റെ വീട്ടിൽ സത്സംഗം ഉണ്ടായിരുന്നു. സാറ്റർഡേസിൽ എല്ലാ ഫാമിലിക്ക് വേണമെങ്കിൽ വരാം. 40-45 ഫാമിലികൾ വരും, ചെറിയ കുട്ടികൾ വരും. അവരെയൊക്കെ മെഡിറ്റേഷൻ പഠിപ്പിക്കുക, പ്രാണായാമം പഠിപ്പിക്കുക, യോഗാസനം പഠിപ്പിക്കുക, ശ്ലോകങ്ങൾ പഠിപ്പിക്കുക, ചെറിയ ചെറിയ രാവിലെ മുതൽ രാത്രി വരെ ചെല്ലേണ്ട ശ്ലോകങ്ങളുടെ അർത്ഥം പറഞ്ഞു പഠിപ്പിക്കുക. രാവിലെ എഴുന്നേറ്റ് എന്ത് ചൊല്ലണം? കരാഗ്രേ വസതേ ലക്ഷ്മീകര മധ്യേ സരസ്വതീകര മൂല്യ സ്ഥിത ഗൗരീ പ്രഭാതേകര ദർശനം. കുളിക്കാൻ പോകുമ്പോൾ എന്ത് ചൊല്ലണം? ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ എന്ത് ചൊല്ലണം? രാത്രി കിടക്കാൻ പോകുമ്പോൾ എന്ത് ചൊല്ലണം? ഇങ്ങനെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കും പിള്ളേർക്ക്. അങ്ങനെ പഠിപ്പിച്ച് കുറെ കാലം കഴിഞ്ഞപ്പോൾ മലയാളം വായിക്കാൻ പറ്റാത്ത കുട്ടികളാണ് പലരും. അവർക്ക് ഇംഗ്ലീഷ് സ്ക്രിപ്റ്റില് മലയാളം ശ്ലോകങ്ങൾ എഴുതി ചെറിയൊരു ബുക്ക് ഉണ്ടാക്കിയിട്ട് കൊടുത്തു. തമിഴ്നാട്ടില് 3 ലക്ഷത്തോളം ആ ബുക്ക് പ്രിന്റ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്പോൺസർ പ്രോഗ്രാം പോലെ. ശബരി ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കാര്യം. അവിടെ കുറെ സ്കൂൾസും കോളേജസും ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ശബരിമലയിലുള്ള എല്ലാ പ്രോജക്റ്റുകളും എടുത്ത് പകുതിയാകുമ്പോൾ തീർക്കുന്നത് ശബരി ഗ്രൂപ്പ്സ് ആണ്. അത്രയും റിച്ച് ആയിട്ടുള്ളൊരു പാലക്കാടുള്ള ഒരു ഗ്രൂപ്പാണ്. അവരെ പ്രിന്റ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. ഇന്റർനെറ്റ് പോയാൽ കാണാം. എന്റെ റയർ ശ്ലോകാസ് കളക്ഷൻ പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. ഡോക്ടർ ടി പി ശശികുമാർ, ഡോക്ടർ ടി പി എസ് ഷോർട്ട് ഫോം, റയർ ശ്ലോകാസ് അല്ലെങ്കിൽ നിത്യശ്ലോക എന്നാണ് ബുക്കിന്റെ പേര്. ഓരോ രാവിലെ എഴുന്നേറ്റാൽ മുതൽ വൈകുന്നേരം വരെ ചൊല്ലേണ്ട ശ്ലോകങ്ങളുടെ ലിസ്റ്റ്. ഇതൊക്കെ എപ്പോഴാ ഗുണം വരിക വെച്ചാൽ, എന്നെക്കാളും കുറച്ചും കൂടി റിച്വലിസ്റ്റിക് ആണ് എൻ്റെ വൈഫ്. ഞാൻ മലബാറിലാണ്, ചെറിയൊരു ഗ്രാമത്തിലാണ്. അപ്പോ സന്ധ്യക്ക് നാമം ചൊല്ലുക എന്നുള്ളത് ഭക്ഷണം കിട്ടുന്നതിന് മുമ്പ് ചെയ്യാനൊരു പണി. കാരണം നാമം ചൊല്ലിയില്ലെങ്കിൽ ശാപ്പാട് കിട്ടില്ല. അതുകൊണ്ട് ഭക്ഷണം, അതും എന്റെ നാടിന്റെ പേര് നല്ല രസം. കണ്ണൂർക്കാരുണ്ട് ഇവിടെ ഉണ്ട്. തളിപ്പറമ്പ് പരിചയമുള്ള സ്ഥലം. അവിടുന്ന് കുറച്ചുകൂടി ഉള്ളിലോട്ട് പോയാൽ നടുവിൽ കൊണ്ടൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? നടുവിലാണ് എന്റെ രാജ്യം. നടുവില് നമ്മൾ വൈകുന്നേരം നാമം ചൊല്ലുമ്പോൾ ചെല്ലേണ്ട ഒരു മന്ത്രമുണ്ട്. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകാവാരിധി നടുവിൽ ഞാൻ. അപ്പൊ എന്റെ വിചാരം കാസർഗോഡുള്ളവരൊക്കെ കാസർഗോഡ് ഞാൻ, ഏറ്റുമാനൂരുള്ളവർ ഏറ്റുമാനൂർ ഞാൻ. അങ്ങനെ അവരുടെ പേരിന്റെ സ്ഥലം പറഞ്ഞിട്ട് എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് തളിപ്പറമ്പ് താമസിക്കാൻ പോകുമ്പോ നരകാവാരിധി തളിപ്പറമ്പിൽ ഞാൻ ചൊല്ലിപ്പോയിട്ടുണ്ട് അറിയാണ്ട്. എന്റെ അടുത്ത് ചൊല്ലുന്നത് ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റിയിടേതാണ്. അത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ ശിവൻ തട്ടി ഒറ്റ തട്ടാണ് ഹൈദരാബാദിലേക്ക്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ആശീർവാദം തന്ന് തഥാസ്തു അങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് നടന്നു. അപ്പൊ ഈ ചൊല്ലുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയണ്ട, അർത്ഥമൊന്നും അറിയണമെന്നില്ല. ഇങ്ങനെ ചൊല്ലുന്ന അർത്ഥം അറിയാതെ. പക്ഷെ കുറേ കാലങ്ങൾക്ക് ശേഷം ദേവി മഹാത്മ്യം വായിക്കുമ്പോഴാണ് ധ്യാന ശ്ലോകമാണ് ഇതെന്ന് മനസ്സിലാവുന്നത്. 40 വയസ്സിലോ 45 വയസ്സിലോ ഒന്നും ബൈഹാർട്ട് പഠിക്കാൻ പറ്റില്ല. അത് ചെറുപ്പത്തിൽ പഠിച്ചത് കൊണ്ട് പിന്നെ അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മക്കളെ നിർബന്ധമായിട്ടും അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ കുഴപ്പമില്ല, നാമങ്ങളും ശ്ലോകങ്ങളും ഇരുത്തി ബൈഹാർട്ട് പഠിപ്പിക്കണം. കാരണം എത്ര നാമങ്ങളും ശ്ലോകങ്ങളും പഠിക്കുന്നോ അത്രത്തോളം ന്യൂറോ ഡെവലപ്മെന്റ്സ് ഉണ്ടാവും, അത്രത്തോളം പഠിക്കാൻ പറ്റും. അത് നല്ല പോലെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അത് ശ്ലോകങ്ങളാവുന്നില്ല, പാട്ടുകളായാലും മതി. പക്ഷെ ബ്രെയിൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മാക്സിമം ബൈഹാർട്ട് പഠിക്കാനുള്ള കഴിവുണ്ടാവുന്ന സമയത്താണ്. ഞാനൊക്കെ ചെറുപ്പത്തിലെ എനിക്ക് ഓർമ്മയുണ്ട്, മലയാളം ബുക്സ് ബൈഹാർട്ട് പഠിച്ച അമ്മയെ കേൾപ്പിക്കരുത്. BSc പഠിക്കുന്ന സമയത്ത് മാക്ബത്ത് കംപ്ലീറ്റ് ബൈഹാർട്ടായിരുന്നു. മലയാളം കവിതകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് വെള്ളത്തോളിന്റെ ശിഷ്യനും മകനൊക്കെ ഫുൾ ബൈഹാർട്ട് പഠിച്ചു. കാളിദാസന്റെ
മേഘസന്ദേശക്ക് ഇങ്ങനെ യക്ഷചക്രി ജനകഥനീയ സ്നാനപുണ്യോദകേഷു കച്ചിൽ കാന്ത വിരഹകുരുണ സ്വാധികാര പ്രമത്ത ശാപേന സ്തംഗമിതമയും കുഞ്ഞുകുട്ട തമ്പുരാന്റെ ട്രാൻസ്ലേഷൻ അടക്കം പേരോർക്കുന്നീല കൃത്യപ്പിഴപെടുകയാ സ്വപ്രഭാവങ്ങൾ പോയോരോമൽ കണ്ടയെ കണ്ടതികണ്ടും സ്വാമി ശാപാൽ ഇങ്ങനെ ചൊല്ലുവരും. എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള ശ്ലോകങ്ങളും ബൈഹാർട്ട് പഠിച്ചിട്ടുള്ളത്. കാരണം എത്ര നമ്മൾ മനസ്സിൽ ഈ തലയിൽ സൂക്ഷിക്കുന്നോ, ഈ കമ്പ്യൂട്ടറിന്റെ ഫോർമാറ്റ് ചെയ്തിട്ട് നമ്മൾ സ്ഥലം ഒക്കിപ്പൈ ചെയ്യിപ്പിക്കുന്ന പോലെയാണ്. ആദ്യം അലോക്കേറ്റ് ചെയ്യണം, പിന്നെ ആവശ്യം വരുമ്പോൾ ആ സ്പേസിൽ വേറെ എന്തെങ്കിലും കൊണ്ടുവെക്കാൻ പറയാം. അതുകൊണ്ട് പഠിക്കാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് കുട്ടികളുടെ സമയം. ഫിസിക്കലി ഏറ്റവും കൂടുതൽ ട്രബിൾ ഉള്ളൊരു സമയമാണ് യങ് ടീനേജേഴ്സിന്റെ ഗ്രൂപ്പ്. നല്ലോണം വളർന്നാലും അവർക്ക് ഇഷ്ടാവില്ല, വളർന്നില്ലെങ്കിലും ഇഷ്ടാവില്ല, അടുത്ത കുട്ടികളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യും. ഏറ്റവും ഫിസിക്കൽ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സമയമാണ്. സെക്കൻഡറി സെക്ഷൽ ഓർഗൻസ് വളർന്നു വരുമ്പോൾ ഉണ്ടാവുന്ന അലോഹ്യങ്ങൾ, ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഇമോഷണലി ഏറ്റവും ടെൻഷൻ അടിക്കുന്ന സമയം. ഇന്റലക്ച്വലി ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട സമയം. സോഷ്യലി ഇന്ററാക്ട് ചെയ്യാത്ത സമയം. ഇപ്പൊ ഗുരുവായൂരൊക്കെ ഒരു യൂത്ത് ക്യാമ്പ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഗവൺമെന്റ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസിന് വന്നിരിക്കുന്നവരൊക്കെ 60 വയസ്സ് കഴിഞ്ഞവരാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്റെ ബാക്കിയുള്ളവർ വരട്ടെ, അവരൊക്കെ പഠിക്കുകയാണ്. നമ്മുടെ ശ്രീരാമസ്വാമി ക്ഷേത്രം തലശ്ശേരിയിൽ ഒരു പ്രഭാഷണത്തിന് പോയത്. അപ്പൊ എന്നെ കൊണ്ടുപോകുന്നൊരു മാഷാണ്. അപ്പൊ ഞാൻ മാഷോട് ചോദിച്ചെന്റെ ഭാര്യ വരുന്നില്ലേ പ്രഭാഷണത്തിന്? ഭാര്യക്ക് വീട്ടിൽ പണിയുണ്ട്. അപ്പൊ പണിയില്ലാത്ത ആളാണ് പ്രഭാഷണത്തിന് പോവാ. ഒരു പണിയില്ലാത്തവർക്ക് ഇങ്ങനെ കേട്ടിരിക്കാറ് അത് മാറും. കാരണം എത്രത്തോളം നമ്മൾ സ്പിരിച്വൽ എവൈക്കൻഡ് ആവുന്നു, അത്രത്തോളം സോഷ്യലി, ഇന്റലക്ച്വലി, ഇമോഷണലി, ഫിസിക്കലി ബാലൻസ്ഡ് ആവും. അപ്പൊ സ്പിരിച്വാലിറ്റി നല്ലോണം പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ 4 ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ, സോഷ്യൽ, സ്പിരിച്വൽ അത് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത് സ്പിരിച്വൽ ആണ്. അത് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന എവിടെയാണെന്നറിയോ? ഹിമാലയത്തിന്റെ പാർശ്വങ്ങളിൽ. നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഇവിടുത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് മച്ച് ഹയർ, therefore you can grow spiritually higher എന്നാണ്. അതുകൊണ്ടാണ് സൗത്ത് നിന്ന് എല്ലാവരും ഈ തെക്കേ ഇന്ത്യ രാക്ഷസന്മാരുടെ സ്ഥലം, വടക്കേ ഇന്ത്യ ഭഗവാന്മാരുടെ സ്ഥലമാണ്. എല്ലാ ഭഗവാന്മാരുടെയും ജനിച്ച സ്ഥലം എവിടെയാണ്? വടക്കേ ഇന്ത്യ. നമ്മുടെ പരശുരാമന്റെ ആശ്രമം പോലും എവിടെയാണ്? അങ്ങനെ ഒരു സ്ഥലമുണ്ടോ അല്ലേ? നമ്മളറിയില്ല. ടിബറ്റ് കടന്നാൽ പരശുരാമന്റെ ആശ്രമമായി. അദ്ദേഹം അവിടെയാണ്, ശിവന്റെ ശിഷ്യനാണ്. മാനസ സരോവരന്റെ തീരത്താണ് പരശുരാമൻ കുറെ കാലം ജീവിച്ചിരുന്നത്. പിന്നെ ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്തതാ കേരളത്തിന്, മഴുവെറിഞ്ഞിട്ട് കേരളം ഉണ്ടാക്കാൻ മാത്രം. അങ്ങനെ എല്ലാം കൊണ്ടും സ്പിരിച്വലി നിറഞ്ഞിരിക്കുന്ന ഭഗവാന്മാരുടെ നാടാണ് ഈ നോർത്ത്. പക്ഷെ നമുക്കൊരു പേരുണ്ട് കേരളത്തിന്. എന്താണ് അതിന്റെ ഉത്തരം? കറക്റ്റായിട്ട് ഇപ്പൊ ഒരു IAS ഫസ്റ്റ് റാങ്ക് ഒക്കെ കിട്ടിയൊരു കുട്ടിയുണ്ട്. അവളോട് ചോദിച്ചൊരു ചോദ്യമാണ്, വൈ കേരള ഈസ് കോൾഡ് ഗോഡ്സ് ഓൺ കൺട്രി. ഈ ചോദ്യം ചോദിക്കുന്നവർ ഭയങ്കര ബുദ്ധിമാന്മാരാണ്, അവർക്ക് ഉത്തരം അറിയില്ല. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും മാർക്കും. അങ്ങനെ ഫസ്റ്റ് റാങ്ക് കിട്ടിപ്പോയില്ല ആ കുട്ടിക്ക്. ആ കുട്ടിയെ കുറ്റം പറയില്ല കേട്ടോ, കാരണം ആ കുട്ടി പറഞ്ഞ ഉത്തരം അബദ്ധമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പേര് പറഞ്ഞത്? അത് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞാൽ 500 ഉറുപ്പിക തരും. ഏതെങ്കിലും ആൾക്കറിയാൻ പറ്റില്ല. നമ്മൾ മലയാളികളാണെന്നൊക്കെ പറയും. ഞാൻ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് വരുന്നത്. വൈ കേരള ഈസ് കോൾഡ് ഗോഡ്സ് ഓൺ കൺട്രി? അയ്യോ, ആ കഥയെ അബദ്ധമാണ്. എന്താ അറിയാം കാരണം? അങ്ങനെയാണെങ്കിൽ ഓണം ആഘോഷിക്കരുത്. കാരണം പരശുരാമൻ ഉണ്ടാക്കിയതാണ് കേരളമെങ്കിൽ, മഹാബലി ആണെങ്കിൽ മഹാബലി ഭരിച്ചത് കേരളം ആവാൻ സാധ്യതയില്ല. കാരണം മഹാബലി വന്നതിന് ശേഷമാണ് പരശുരാമൻ വന്നത്. പരശുരാമൻ കേരളം ഉണ്ടാക്കുന്നതിന് മുമ്പ് കേരളം മഹാബലിക്ക് ഭരിക്കാൻ സാധിക്കില്ല.
ഇതൊന്നും അറിഞ്ഞില്ലേ? ഇങ്ങനെ കുറെ അബദ്ധങ്ങളുണ്ട് കേരളത്തില്. കഥകളിലുള്ള കുറെ ഗ്യാപ്പുകളാണ്. എന്താണ് കാരണം അറിയില്ല. ഞാൻ കേരളത്തിലേ അല്ലല്ലോ, നമ്മളിവിടെ അരുണാചൽ പ്രദേശിലല്ലേ. ബ്രിട്ടീഷുകാര് ഇന്ത്യയിലെ ഓരോ രാജ്യങ്ങളും പിടിച്ചടക്കി ബ്രിട്ടീഷുകാരുടേതാക്കുമ്പോ ഉടമ്പടിയിൽ ഒപ്പിടും രാജാക്കന്മാരുമായിട്ട്. ഈ രാജ്യം ആർക്ക് വിട്ടുകൊടുക്കുന്നു? ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുന്നു. ഇത് നേരത്തെ കണ്ടറിഞ്ഞ ചില രാജാക്കന്മാർ, അതിലൊരു രാജാവ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള രാജാവ്, ട്രാവൻകൂർ കിങ്ങഡായിരുന്നു കേരളത്തിന്റെ ഏറ്റവും പ്രഥമമായിട്ട് രാജ്യം ഭരിച്ചിരുന്ന രാജാവ്. തിരുവിതാംകൂർ രാജാവ് എന്ത് ചെയ്തു അറിയോ? എന്റെ രാജ്യം ഭരിക്കുന്നത് ആരാണ്? പത്മനാഭനാണ്, ഞാൻ ദാസനാണ്. ഉടമ്പടി പത്മനാഭനുമായിട്ടൊക്കെ കൊടുത്തു. ബ്രിട്ടീഷുകാർ വന്നിട്ട് പറഞ്ഞു ഉടമ്പടി ഒപ്പിടാൻ പറഞ്ഞു അങ്ങേരോട് ചോദിച്ചാൽ തന്നാ വിളിച്ചോളാൻ പറഞ്ഞു. ബ്രിട്ടീഷുകാർക്ക് യാതൊരു ഒന്നും ചെയ്യാൻ പറ്റണ്ടായി. കാരണം പത്മനാഭദാസനായിട്ട് ഭരിച്ച വേറെ ഏതെങ്കിലും രാജാക്കന്മാരെ സ്വന്തം ടൈറ്റിൽ വിട്ടുകൊടുത്തിട്ട് ദാസനായിട്ട് ഭരിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ചു നോക്കൂ. അതാണ് കേരളത്തിന്റെ ട്രഡീഷൻ. സ്പിരിച്വലി വളരെ ഹയർ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് കേരളം പ്രസിഡൻസിയുടെ കീഴിൽ വന്നില്ല. അതുകൊണ്ട് രാജാവിന്റെ എല്ലാ സ്വത്തും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോഴും കിടക്കണം. ബാക്കി ഒരു ക്ഷേത്രവും ഇത്രയും റിച്ചല്ല. ബാക്കി എല്ലാ ക്ഷേത്രങ്ങളും മുസ്ലിം ഇൻവേഷനില് ആകെ തരിപ്പണമാക്കിയിട്ട് കാണാം നിങ്ങൾക്ക്. നോർത്ത് ഇന്ത്യയിലും ടിബറ്റിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാ ക്ഷേത്രങ്ങളും ചൈനീസുകാർ അടിച്ചു പൊളിച്ചു. പക്ഷെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ വളരെ റിച്ചായിട്ട് സൂക്ഷിക്കാൻ സാധിച്ചതുകൊണ്ടാണ്. അപ്പൊ സ്പിരിച്വലി മച്ച് ഹയർ. മഹാത്മാഗാന്ധി ട്രാവൻകൂർ രാജാവിന്റെ ഗസ്റ്റായിട്ട് പോയിട്ടുള്ളൊരു കഥയുണ്ട്. അപ്പം വെള്ളം കൊണ്ടുകൊടുത്തു ഒരാൾ, വെള്ളം കുടിച്ചു. കുറച്ച് കഴിഞ്ഞ് ചായ കൊടുത്തു, കാപ്പി കൊടുത്തു, ഒക്കെ കൊടുത്തതൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ മഹാത്മാഗാന്ധി ചോദിച്ചു, എനിക്കെന്താ രാജ്ഞിയെ ഒന്ന് കാണണം. അപ്പൊ ഇത്രയും സമയം വെള്ളം കൊണ്ടുകൊടുത്തതൊക്കെ രാജ്ഞിയായിരുന്നു. മഹാത്മാഗാന്ധിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം നോർത്ത് ഇന്ത്യയിലെ രാജ്ഞിമാരൊക്കെ എങ്ങനെയാ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുക? കേരളത്തിലെ രാജ്ഞി ഡ്രസ് ഇട്ട് നടന്നത് മഹാത്മാഗാന്ധിക്ക് അപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തെക്കാളും സിമ്പിളായിട്ടും ആൾക്കാരുണ്ട് ലോകത്തുനിന്ന്. അതുവരെ മഹാത്മാഗാന്ധി വിചാരിച്ചത് ഏറ്റവും സിമ്പിളായിട്ട് നടക്കണം. രാജ്ഞി അങ്ങനെ നടക്കുന്ന പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഇപ്പോഴും തിരുവനന്തപുരം രാജാവ് തന്നെയാണ്. തിരുവനന്തപുരത്ത് പല പ്രോഗ്രാമുകളിലും ചീഫ് ഗസ്റ്റ് ആയിട്ട് പോകുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഡ്രസ്സ് കാണും. എത്ര സിമ്പിളാണ്. അപ്പോ സ്പിരിച്വലി ഹയർ, ഫിസിക്കലി അൺഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നു. ആ ഒരു പ്രക്രിയ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇത്തരം സംഗമങ്ങളും ഇത്തരം ഭക്തി സമാജങ്ങൾക്കും സാധിക്കണം. ഞാൻ കഴിഞ്ഞ വർഷം അയ്യപ്പ സേവാ സംഘം കർണാടകത്തിന്റെ ഒരു ഗസ്റ്റായിട്ട് എന്നെ ആദരിക്കാൻ മാത്രം വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. പ്രഭാഷണമൊന്നുമില്ല. നല്ല കുറേ ആക്ടിവിറ്റീസ് അവര് ശബരിമലയിൽ ചെയ്യുന്നുണ്ട്. 10,000-4,000 ആൾക്കാർക്കുള്ള ഭക്ഷണം, കണ്ടിന്യൂസ് 40 ദിവസത്തേക്കുള്ള എല്ലാ സാധനങ്ങളും അവര് അയച്ചു കൊടുക്കുന്നുണ്ട്. കുറേ ആക്ടിവിറ്റീസ്. കാരണം ഈ കലികാലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കർമ്മം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ പറ്റുന്നത് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുക. ഏന കേന പ്രകാരേണ യസ്യ കസ്യാപി ദേഹിനഃ സന്തോഷം ജനയത് പ്രജ്ഞം തദൈവം ഈശ്വര പൂജനം. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ചെയ്ത് ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കുന്ന കർമ്മം ചെയ്യുന്നതാണ് ഈശ്വര പൂജ എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് ഭാരതീയ ശാസ്ത്രം. ഭഗവാൻ എന്ന് പറയുന്നത് പുറത്തുള്ള ഒരാളല്ല, അകത്തുള്ള ഒരാളാണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഭാരതീയ ശാസ്ത്രം. അത് ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും കൃത്യമായിട്ട് പറഞ്ഞു പോകേണ്ടവരാണ് അയ്യപ്പ ഭക്തന്മാരെന്ന്. ഞാൻ 2 പ്രാവശ്യം ശബരിമലയിൽ പോയിട്ടുള്ളൂ.
എനിക്കൊന്ന് ഗുരുവായൂരിൽ 3-4 പ്രാവശ്യം പോയിട്ടുണ്ടാവും. ക്ഷേത്രം സാധാരണ കുറവാണ്, പക്ഷെ ശബരിമലയിൽ പോയിട്ടുള്ള സമയം എനിക്ക് ഓർമ്മയുണ്ട്. അസല് മഴ, സന്നിധാനത്തില് ആരതി നടക്കുന്നു, പുറത്ത് മണ്ഡപത്തിൽ ആരുമില്ല. മഴ എന്ന് പറഞ്ഞാൽ കോരിച്ചൊരിയുന്ന മഴ, നല്ല സീസണുമാണ്. അപ്പൊ മണ്ഡപത്തിൽ ഇരുന്നിട്ട് ഞാൻ സഹസ്രനാമം ചൊല്ലുകയാണ്. ഈ ആരതി കൊണ്ടെന്നാൽ ഏതെങ്കിലും ഭക്തനൊന്നത് തൊട്ട് മണപ്പിക്കണം നിർബന്ധം. ആരുമില്ല, ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാം. എൻ്റെ ഒരു ഭാഗ്യം എന്ന് ആലോചിക്കണം. അങ്ങനെ തൊഴാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവിടെയുള്ള ഒരു അസിസ്റ്റന്റ് പൂജാരി എനിക്ക് കുറച്ച് പരിചയമുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എൻ്റെ 2 മാല അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അയ്യപ്പന്റെ വിഗ്രഹത്തിൽ ചാർത്ത, നാളെ കാലത്ത് കിട്ടിയാൽ തരിക. കാരണം അവിടെ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുമെന്നും പറയാൻ വയ്യ. കാരണം കുറെ നെയ്യഭിഷേകം ഉണ്ടാവും, പാനഭിഷേകം ഉണ്ടാവും, കുറെ അതിനകത്ത് പോകും, നിറച്ച നെയ്യായിരിക്കും അവിടെ ഈ സാൻട്രോത്തിന്റെ ഉള്ളിൽ. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ഫുൾ നെയ്യുമായിട്ട് ഈ സാധനം എനിക്ക് കിട്ടി. പിന്നെ ഞാൻ ശരിക്കും നമ്മള് ഒരു ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക സാധാരണ? ശബരിമലയിൽ പോയാൽ എന്താ കൊണ്ടുവരിക? അരവണ. അപ്പൊ ശബരിമലയിൽ പോയാൽ എന്താ കിട്ടുക? അരവണ കിട്ടും അല്ലേ? ഗുരുവായൂരിൽ പോയാൽ എന്താ കിട്ടുക? അമ്പലപ്പുഴ പോയാൽ എന്താ കിട്ടുക? അത് പായസം കിട്ടും. കണ്ണൂര് ചില ക്ഷേത്രം കേട്ടോ. ഞാൻ കണ്ണൂര് പോയ താമസിക്കുന്ന ഒരു വീടുണ്ട്, എൻ്റെ സുഹൃത്തിന്റെ വീടാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ല, ഞാൻ പലയിടത്തും പറയുന്നത്. അവിടെ ചപ്പാത്തിയും ചിക്കനുമാണ് മിക്കവാറും ഞാൻ പോണ ദിവസമൊക്കെ. ഞാൻ ചിക്കൻ കഴിക്കൂല. എന്തിനാ ചിക്കൻ? ഇത് അമ്പലത്തിലെ പ്രസാദമാണ്. അവിടെ ഒരു അമ്പലമുണ്ട്, അവിടെ പ്രസാദം കിട്ടുന്ന ചിക്കനാണ്. സുഖല്ലേ, വീട്ടിലുണ്ടാക്കേണ്ട പണിയില്ലല്ലോ. എന്റെ ബർത്ത്ഡേയിലൊക്കെ അമ്മ സാധാരണ ഒരു ചോദ്യം ചോദിക്കില്ല. എന്റെ ബർത്ത്ഡേക്ക് കഴിക്കണ പായസം പാൽപ്പായസമല്ല, ശർക്കര പായസമാണ്. കാരണം അമ്മക്കറിയാം എനിക്ക് ഏറ്റവും ഇഷ്ടം ശർക്കര പായസമാണ്. അപ്പൊ നമ്മൾ ഭഗവാന് വേണ്ടി കൊടുക്കുന്നതാണോ അല്ല നമുക്ക് ഇഷ്ടമുള്ളതാണോ നമ്മൾ ഭഗവാനെ കൊണ്ട് കഴിപ്പിക്കുക? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ആലോചിച്ച് നോക്കാൻ എന്ത് ക്രൂരന്മാരാ നമ്മൾ. അപ്പൊ ഈ കുട്ടികളോട് ചോദിച്ചു നോക്ക്, ഭഗവാൻ എന്താ കൊടുക്കേണ്ടത്? നാളെ മുതൽ 2 പിസ്സ വഴിപാട്, 2 കട്ട്ലറ്റ് വഴിപാട്, ഒരു കോക്ക് വഴിപാട്. എന്തായിരിക്കും തിരക്കുന്നവർ അയ്യപ്പ സേവാ സംഘത്തിലൊക്കെ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഭഗവാൻ ഇതൊന്നും കഴിക്കില്ല? ഡൽഹിയില് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ഞാൻ എന്റെ കവിത എഴുതിയിട്ടുണ്ട്. ഒരു കുറച്ച് 27 കവിതകൾ എഴുതിയിട്ടുള്ള പുസ്തകം ഞാൻ അവിടെ ഇരുന്നിട്ട് എഴുതിയിട്ടുണ്ട്. ഫുൾ കവിതകളോട് ഇരുന്നിട്ടാണ്. അപ്പൊ ഈ ചെറിയ കുട്ടികൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വരും, അങ്കിള് ശരിക്കും ഭഗവാനെ കണ്ടിട്ടുണ്ടോ? അവർക്കൊക്കെ അറിയാം ഞാൻ ഭക്തിയഷ്ട പ്രഭാഷണമൊക്കെ ചെയ്ത. ഞമ്മൾ കണ്ടു, ഇപ്പൊ പോകണ്ടായിരുന്നു കക്ഷി. ചാട്ട് പണ്ടാറിൽ പോയിട്ട് ഇപ്പൊ കഴിച്ചിട്ട് എപ്പോ വരും കക്ഷി? ഈ ചെറിയ കുട്ടികളെ അകത്ത് പോയി നോക്കും, നോക്കുമ്പോ ഒന്നും കാണില്ല, ഇരുട്ടല്ലേ. ശരിയാട്ടോ, ഇപ്പൊ ഇവിടെ ഭഗവാൻ ഇല്ല, ഇത് പോയിരിക്കണം ഇപ്പൊ ഒന്ന്. അപ്പൊ കുട്ടികൾ ഇപ്പൊ വന്നു പോയി നോക്കിയാ എപ്പോ കാണാൻ പിള്ളേര്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ നോക്കിയാ കാണാൻ, ഇങ്ങനെ ആ അപ്പൊ തിരിച്ചു വന്നു കേട്ടോ. എവിടെയാ ഈ ഭഗവാൻ ഇരിക്കണേ? ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രം. ഹൃദയത്തിന്റെ ഉള്ളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഇതൊക്കെ സിംബോളിക്കാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സിംബോളിക്കാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോൾ അത് സ്പിരിച്വൽ ആവും, അല്ലെങ്കിൽ റിലീജിയസ് ആവും, റിച്വലിസ്റ്റിക് ആവും, സ്പിരിച്വൽ ആവില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല ഭക്തൻ എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഭഗവാൻ എൻ്റെ അകത്തിരിക്കുന്നു എന്ന് അറിയുന്ന സമയത്ത്. അഗ്നിർദേവോ ദ്വിജാതീനാം മുനീനാം ഹൃദിദേവതം വിഗ്രഹം സ്വൽപബുദ്ധീനാം സർവത്ര വിധിതാത്മനാം. ഭഗവത്ഗീത ഫുൾ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അർജുനൻ ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയില് മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോ അർജുനൻ തിരിച്ച് രണ്ടാമതും കൃഷ്ണനോട് ചോദിക്കും, കൃഷ്ണ എനിക്കൊന്നും മനസ്സിലായില്ല, ഒന്ന് പറഞ്ഞു തരുമോ എന്തെങ്കിലും? എന്തൊക്കെയോ പറഞ്ഞല്ലോ, ഞാൻ ആകെ ടെൻഷൻ അടിക്കുന്ന സമയത്ത്. ഈ യുദ്ധകളത്തില് പഠിപ്പിക്കാൻ പോയാൽ എങ്ങനെ ഇരിക്കും? 18 ചാപ്റ്റർ
നീണ്ട കഥ. ഇതൊക്കെ പറയുമ്പോ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് കേട്ടു. ഒന്നും മനസ്സിലായില്ല ലക്ഷ്യം. അവസാനം പറഞ്ഞു, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്നാ നീ പറയാ, ഞാനത് ചെയ്താൽ. അങ്ങനെയാണ് കാച്ചി തുടങ്ങിയത്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് ചോദിക്കും, എന്തിനാ ഇത് ചെയ്യണം, എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ എഴുതിയൊരു ബുക്കാണ് ഉത്തരഗീത. കന്യാകുമാരി വിവേകാനന്ദ ഫൗണ്ടേഷന്റെ ഒരു ചെറിയൊരു ബുക്ക്, 8 രൂപയാണ്, ഗവൺമെന്റ് പണ്ട് പഠിച്ചത്. ഉത്തരഗീതയിലെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ളവർ, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് IAS എഴുതാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ, ഏജ് കൊണ്ട്, ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും അല്ല, വയസ്സുകൊണ്ടും ഡിഗ്രി കൊണ്ടും ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ എത്ര പേരുകളുണ്ട്? ആരുമില്ലേ? ഉണ്ട്. ധൈര്യത്തിൽ പറ. ഉണ്ട്. ഇപ്പൊ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമി, കേരള ഗവൺമെന്റ് നടത്തുന്ന പ്രോഗ്രാം, അവിടെ ഇപ്പൊ ഇന്റർനെറ്റ് പോയി നോക്കിയിട്ട് കേരള സർവീസ് സിവിൽ സർവീസ് അക്കാഡമി നോക്കിയാൽ ഇപ്പൊ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. എൻട്രൻസ് എഴുതി കിട്ടുകയാണെങ്കിൽ ദേ വിൽ ട്രെയിൻ യു. ട്രിവാൻഡ്രത്ത് നല്ല ലൈബ്രറി, നല്ലൊരു ട്രെയിനിങ് സെന്റർ, കേരള ഗവൺമെന്റ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ്. IAS ട്രെയിൻ ചെയ്യുന്ന കേരള ഗവൺമെന്റ് പ്രോഗ്രാം. ഇപ്പൊ ഞാൻ കണ്ണൂർ വന്നിട്ട് ഇപ്പം 5-6 മാസമായി. അതിനു മുമ്പ്, 1 കൊല്ലം മുമ്പ് കുറെ ക്ലാസ്സുകൾക്ക് വരാറുണ്ട്. കണ്ണൂർ കളക്ടറുടെ കെയർ ഓഫില് ലൈബ്രറിയിൽ IAS ട്രെയിനിങ് സെന്റർ തുടങ്ങി. കളക്ടറാണ് അതിന്റെ ചെയർമാൻ. ഞാനവിടെ ഹോളിഡേയ്സിൽ പോയി ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താ വെച്ചാൽ, കേരളത്തിലുള്ള ജനങ്ങള് കുറേ പേര് IAS സീനിയർ മോസ്റ്റ് പൊസിഷൻസിൽ കാണാൻ നോക്കും. പക്ഷെ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ അവരൊന്നും കാണില്ല. കേരളത്തില് സീനിയർ IAS ഓഫീസർ ഗ്രേഡില്, IPS ഗ്രേഡില്, IFS ഗ്രേഡില് ഒന്നും സീനിയർ ആയിട്ടുള്ള ആൾക്കാരില്ലാണ്ടാവും. കാരണം ബാക്കി പല സ്റ്റേറ്റിലെ ആൾക്കാരും ട്രെയിൻ ചെയ്ത ആൾക്കാർ അവിടെ എത്തിച്ചിട്ടുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കും. അതിനുള്ളൊരു ശ്രമം പലയിടത്തും നടക്കുന്നുണ്ട്. പല റിലീജിയസ് കമ്മ്യൂണിറ്റീസും നടത്തുന്നുണ്ട്. നമ്മൾ പബ്ലിക്കായിട്ട് ഇത്തരം പ്രോഗ്രാമുകൾ കണ്ണൂർ നടക്കുന്നുണ്ട്, തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പൊ അത് ട്രൈ ചെയ്ത് നടക്കാൻ ആഗ്രഹമുള്ളവർക്ക്. നിങ്ങൾക്കൊക്കെ അരുണാചൽ പ്രദേശിന്റെ റിസർവേഷൻ കിട്ടും? ബിക്കോസ് യു സ്റ്റഡീഡ് ഇൻ അരുണാചൽ പ്രദേശ്, ഇല്ലേ? ഇല്ല, നേറ്റീവ്സിനെ ഉള്ളൂ. ഓക്കെ. കർണാടകയില് അങ്ങനെയല്ല. കർണാടകയിൽ ജീവിച്ച് വളർന്നു കഴിഞ്ഞാൽ അവരുടെ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് കർണാടകത്തിൽ ഇത്ര കൊല്ലം ജീവിച്ചവര് ഇന്ന ഗ്രൂപ്പിൽ ABCDEFGH എന്നാണ് അവരുടെ കാറ്റഗറൈസേഷൻ. ജോലിക്കും അഡ്മിഷനും ഒക്കെ ആ ലിസ്റ്റിൽ നോക്കിയിട്ടാണ് അവർ തീരുമാനിക്കുക. ഇന്ന ഗ്രൂപ്പിൽ, ഇന്ന കാസ്റ്റിൽ, ഇന്ന സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ട് ഇവിടെ താമസിച്ചിട്ടുള്ളവർ ഇന്ന ഗ്രൂപ്പിൽ പെടും. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് പറഞ്ഞേ എല്ലാവർക്കും ഉണ്ടോ? അയ്യോ, നമ്മുടെയൊക്കെ പ്രാർത്ഥന ഭഗവാനെ തെക്കോട്ടെടുക്കല്ലേ എന്നാണ്. ആദ്യമായിട്ടാണ് തെക്കോട്ടെടുക്കണം പ്രാർത്ഥിക്കുന്നവരൊക്കെ. എവിടെ? കേരളത്തിലോ? ഇവിടെ? ഓക്കെ. അവരെയൊക്കെ അടിച്ചകത്താക്കണം. അല്ല, എനിക്ക് തോന്നുന്നേ ഈ ആസാമുമായിട്ട് എനിക്ക് നല്ല ബന്ധമുള്ള സ്ഥലമാണ്. എന്റെ ചേച്ചി ഡിമാപൂരിലാണ് 10-20 വർഷം താമസിച്ചത്. എന്റെ ചേച്ചിയുടെ മകളുടെ പേര് ഡിമു എന്നാണ്. അവിടെ ജനിച്ചതുള്ളൂ. ഓക്കെ. കേരളം ഇപ്പൊ അതുപോലെയാ. കേരളത്തിൽ എവിടെ പോയാലും ബീഹാറികളെയും പഞ്ചാബികളെയും ബംഗാളികളെയൊക്കെയാണ് കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഏത് വില്ലേജിൽ പോയാലും കാണുന്നത്. ഇത് നല്ല രസമാണ്. അവിടെയുള്ളവരൊക്കെ ഇവിടെ വരും. ഇതാണ് നാഷണൽ ഇന്റഗ്രേഷൻ. ശരിക്കും ശങ്കരാചാര്യര് എന്താണോ വിചാരിച്ചത് ഇപ്പൊ കറക്റ്റ് ആയിട്ട് നടക്കേണ്ടത്. പൂജക്ക് മാത്രമല്ല, പണിക്ക് പോലും അങ്ങനെയാണ്. അവിടെ നിന്ന് എല്ലാവരും ഇവിടെ വന്ന് എല്ലാ പണിയും ചെയ്യും. ഇവിടെ നിന്ന് എല്ലാവരും അവിടെ പോയിട്ട് എല്ലാ പണിയും ചെയ്യും. അത് കുഴപ്പമൊന്നുമില്ല, നല്ലതല്ലേ? ഹിമാലയം സമാരംഭ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതി. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്താലേ നമ്മളൊക്കെ ഭഗവാന്മാരെ ആൾക്കാരാവുള്ളൂ. നോർത്ത് ഇന്ത്യക്കാർക്കൊക്കെ മോക്ഷം കിട്ടാൻ എവിടെ പോകണം അറിയോ? രാമേശ്വരം. സൗത്ത് ഇന്ത്യക്കാർക്കൊക്കെ മോക്ഷം കിട്ടാൻ എവിടെ പോകണം അറിയോ? കാശി.
ആലോചിച്ചൊക്കെ എന്ത് നാഷണൽ ഇന്റഗ്രേഷൻ ആണ്. കേരളത്തിൽ ഏറ്റവും നല്ല ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? കറി ഉണ്ടാക്കുമ്പോ ആദ്യത്തെ പേര് ഏതാ? സാമ്പാർ അല്ലേ? നാഷണൽ ഇന്റഗ്രേഷൻ. ഈ സാമ്പാറിൽ ഉപയോഗിക്കുന്ന പരിപ്പ് എവിടുന്ന വരുന്നത്? മിർച്ചി എവിടുന്ന വരുന്നത്? ധനിയ പൗഡർ എവിടുന്ന വരുന്നത്? ഗ്യാസ് എവിടുന്ന വരുന്നത്? വെള്ളം എവിടുന്ന വരുന്നത്? ഒക്കെ കൂടി മിക്സ് നാഷണൽ ഇന്റഗ്രേഷൻ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കേരളത്തിൽ നിന്ന് വെള്ളം മാത്രമേ ഉള്ളൂ, അത് മറ്റേ വെള്ളം. കേരളം ആകെ മാറി, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും കേട്ടോ. ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ മഹാ തല്ലിപ്പൊളിയായിരുന്നു. എന്റെ ഇനീഷ്യലെ TP എന്നാണ്. എന്ത് സന്തോഷം നോക്കും ഒരാളെ തല്ലിപ്പൊളിയാന്ന് പറയുമ്പോ. ക്രൂരന്മാര്. ഞാൻ വിചാരിച്ച് ഏൽപ്പിക്കാരൊക്കെ ഭയങ്കര നല്ല സ്നേഹമുണ്ട് എന്നോടും. എന്താ പേരൊക്കെ എഴുതി വെച്ചത്? TP എന്ന് പറഞ്ഞാൽ തല്ല് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തല്ലെന്നല്ല, അടിയാണ്. അപ്പൊ തല്ലിപ്പൊളി എന്ന് പറഞ്ഞാൽ എന്താ? അടിപൊളി. ഞാൻ ആരാ? അടിപൊളിയാണ്. ഈ പരിപാടി ആകെ കൊളാക്കും ഞാൻ. എന്താ കൊളാക്കാന്ന് പറഞ്ഞാൽ? നശിപ്പിക്കുക. അത് പണ്ട്, അതിപ്പോ. പണ്ടെങ്ങനെയാണെന്നറിയോ? കുളം നമ്മൾ ആകെ അശുദ്ധമാവുമ്പോ അവിടെ പോയി തിരിച്ചു വന്നാൽ ശുദ്ധമാവും. അപ്പൊ ഈ പരിപാടി കൊളായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശുദ്ധമായി എന്നർത്ഥം. ഈ ഇരിക്കുന്നവരിൽ ഞാനാണ് ചെറ്റ. അവർക്കൊക്കെ സന്തോഷമായി. ശരിക്കും ഞാനാ ചെറ്റ. എന്താ കാരണം? ചെറ്റപ്പുര എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെറിയ വീട്. ചെറ്റ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രായം കുറഞ്ഞ ആളാണെന്നർത്ഥം. ഞാൻ ഇവരക്കാരൊക്കെ പ്രായം കുറഞ്ഞ ആള്. അപ്പൊ ഞാൻ ചെറ്റ എന്ന് പറയുമ്പോ ആരെങ്കിലും ചെറ്റ എന്ന് വെച്ചെന്ന് പറഞ്ഞാൽ എന്താ ചേട്ട? ധൈര്യത്തിൽ ചോദിക്കാം. മലയാള ഭാഷ വല്ലാണ്ട് വികൃതമായിട്ടിങ്ങനെ. ഇപ്പം ഈ ഉത്തമ ഭാഷ, ശ്രേഷ്ഠ ഭാഷ എന്നൊക്കെ പേര് കേട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത കാലത്ത് കേരളത്തിലെ തൃശ്ശൂര് ചന്ദ്രിക, അറിയാമോ? ചന്ദ്രിക വളരെ ഫേമസ് അല്ലേ? സോപ്പും ഷാമ്പൂ ഒക്കെ. അവര് നടത്തുന്ന ഒരു സ്കൂളുണ്ട്, ശ്രീ നാരായണ ചന്ദ്രിക ട്രസ്റ്റിന്റെ വക. അവിടെ മലയാളം പഠനത്തെ കുറിച്ചൊരു ടോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് കേരളത്തിലെ മലയാളം, കേരളത്തിന് വെളിയിലുള്ള ആൾക്കാരുടെ മലയാളം, എഴുതപ്പെട്ട മലയാളം, എഴുതാണ്ടിരിക്കുന്ന മലയാളം, ഇതൊക്കെ കഴിഞ്ഞ് അവസാനം ഒരു സ്ത്രീ വന്നിട്ട്, ഒരു ടീച്ചർ, BEd കോളേജിലെ ടീച്ചറാണ്. പുതിയൊരു മലയാളം. ഏത് മലയാളം അറിയാം? ഏതാ റിയാലിറ്റി ഷോയിലെ ഫേമസ് ആയിട്ടുള്ള ആള്? രജനി മലയാളം. രഞ്ജിനി മലയാളം അല്ലേ? രഞ്ജിനി മലയാളി. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. എങ്ങനെ രഞ്ജിനി മലയാളൊക്കെ നിങ്ങൾ പറയാ? ഇല്ല, ശരിക്കും മലയാളം പറയും. ആർക്കൊക്കെ ശ്ലോകം ചെല്ലാറിയും? മലയാളം ശ്ലോകം ചെല്ലാൻ അറിയുന്ന ഏതെങ്കിലും ഒരു കുട്ടി? ഇതെന്താ ഒന്നും പറഞ്ഞൊന്നും കേൾക്കാത്ത? കേൾക്കുന്നുണ്ടോ? പറയണ മനസ്സിലാവുന്നു ഉണ്ടോ? എന്നാ ഈ മുമ്പിലിരിക്കുന്ന 5 പിള്ളേരുകൾ ഓടിവാ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. വന്നാ നല്ല അട്ടി കിട്ടും. ഇപ്പൊ മലയാളം മനസ്സിലാവുന്നത് മനസ്സിലായി. ഓരോ ചോദ്യം ചോദിക്കണം, അല്ലെങ്കിൽ ഓരോ ശ്ലോകം ചോദിക്കണം. ഏതാ വേണ്ടത്? എന്താ ഇയാളുടെ പേര്? എന്താ വൈഷ്ണവി എന്ന് പറഞ്ഞ അർത്ഥം? ഇയാളുടെ പേരോ? ഇയാളോ? എവിടെന്നാ? വീട് എവിടെയാ? നാട്ടില്? എന്താണ് ശരിക്കും പറഞ്ഞേ? അച്ഛനും അമ്മയും? അമ്മ എങ്ങനെ പറയാ? ട്രണ്ടർ എന്ന് പറയാ. നാടെവിടെയാ? ആലപ്പുഴ. ദാറ്റ്സ് ഓക്കെ. ഇയാളോ? എന്താ ട്രിവാൻഡ്രത്തിന്റെ ശരിക്കുള്ള മലയാളം? അങ്ങനെ പറഞ്ഞോടെ. ഇയാളോ? സംശയമുണ്ട് അയാൾക്ക് എവിടെയാണ് നാട്. അച്ഛന്റെ വീട് പറയണോ, അമ്മയുടെ നാട് പറയണോ, അല്ല വഴിയിൽ സ്റ്റേഷൻ പറയണോ എന്നൊക്കെ ആലോചിക്കണം. ഇയാളോ? കോട്ടയം, കൊല്ലം. ഓക്കെ. സോ അപ്പൊ എല്ലാ ഡിസ്ട്രിക്റ്റും ഉണ്ട് അവിടെ. 2 ആലപ്പുഴ, ഒരു തിരുവനന്തപുരം, കണ്ണൂരായിരുന്നു. ഓക്കെ, കണ്ണൂരുകാരുണ്ട്.
ഇവരുടെയൊക്കെ ഭാഷ ഡിഫറെന്റ് ആണോ? ഇപ്പൊ നേറ്റീവ് ഭാഷ പറയാൻ പറ്റുന്നുണ്ട്? നിങ്ങൾക്ക് പാട്ടൊന്നും പാടാൻ അറിയില്ല? ചോദ്യങ്ങളൊന്നും ഇല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം? എവിടെ പേരെന്താ? ഗോകുൽറാം. എവിടെയാ വീട്? വീടില്ല. വീട്ടിലാക്കിയിട്ടില്ല, നാട്ടിൽ വീടാക്കിയിട്ടില്ല. ഉണ്ടായിരുന്നു അച്ഛന്റെ വീട്, അത് വിറ്റു. എന്നിട്ട് കാശും കൊണ്ട് ഇവിടെ വന്നു. ഇവിടെയും വീടില്ല, അപ്പൊ അവിടെയും വീടില്ല. അമ്മയുടെ വീട് എവിടെയാണ്? കുറുവ. അതെവിടെയാ സ്ഥലം? ശരിക്കും കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ പറയിപ്പിക്കണം മക്കളെ കൊണ്ട്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം, ഓരോന്നും പഠിപ്പിക്കണം. നമ്മൾ എത്ര ദൂരെ വന്നാലും അച്ഛൻ, അമ്മ, മുത്തശ്ശൻ. മുത്തശ്ശന്റെ പേരെന്താ? അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേരെന്താ? സുരേഷ് കുമാർ. സുരേഷ് കുമാർ ഉണ്ടോ ഇവിടെ? സുരേഷ് കുമാർ ഇവിടെ ഉണ്ട്. പിന്നെ അമ്മയുടെ പേരോ? സ്മിത. സ്മിതയുണ്ടോ ഇവിടെ? പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഇവിടെ? കുറയാണ്. ഒന്നും ചോദിക്കാനില്ല? ഒരു കവിത അറിയില്ല? മലയാളം പാട്ടറിയില്ല? കുറെ ചോദ്യങ്ങളും കുറെ ഉത്തരങ്ങളും നാട്ടിലെ വിഷയങ്ങളും അതൊക്കെ നമുക്ക് മക്കളിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. സങ്കല്പങ്ങളും വിഷ്വൽസും ഉണ്ടാക്കാം. നമ്മൾ ശരിക്കും കാണണമെന്നില്ല സ്ഥലം. ആ വിഷ്വൽസ് ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് നാടിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുണ്ടാവണം. എന്തെങ്കിലും ചോദ്യങ്ങളും ചോദിക്കാൻ ചോദിക്കും. കോളേജിൽ ഇങ്ങനെ പെയ്യോ മഴയോടെ? ഇത് ഫോൺ എടുക്കണ്ട. എന്തെങ്കിലും ചോദ്യം ചെയ്യും? Anything to ask? എഴുതി തന്നാലും മതി. ചോദിക്കാൻ നിന്നിട്ട് ചോദിക്കാനൊക്കെ മടിയുണ്ടോ? Could send a slip and then get me question. ഞാൻ നല്ലൊരു അസ്ട്രോളജറാണ്. ഞാൻ പ്രഡിക്റ്റ് ചെയ്തിട്ട് ആരും ഇതുവരെ ചത്തിട്ടില്ല. കറക്റ്റായിട്ട് പറഞ്ഞ സമയത്തേ ചാവുള്ളൂ. നല്ലോണം അസ്ട്രോളജി പഠിച്ചിട്ടുണ്ട്. പയ്യന്നൂർ കേശവൻ ആചാര്യയുടെ ശിഷ്യനാണ്. മുത്തുസ്വാമിയുടെ കീഴിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ആസ്ട്രോളജിയെ കുറിച്ച് നന്നായിട്ട് ഗഹനമുള്ള ഒരാളാണ്. ആവശ്യത്തിനുള്ള പ്രഡിക്ഷൻസ് ഒക്കെ അറിയാം. അപ്പൊ എന്റെ ജാതകം ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ 2-3 പ്രാവശ്യം മരിച്ച് ജീവിച്ച ആളാണ്. 3 ആക്സിഡന്റ്സിൽ ഓൾമോസ്റ്റ് ക്ലോസ് ടു ഡെത്ത്. അച്ഛനും ചേച്ചിയും മരിച്ച ആക്സിഡന്റില് ഞാനും ഉണ്ടായിരുന്നു. അച്ഛനും ചേച്ചിയും മരിച്ചു, ഞാൻ രക്ഷപ്പെട്ടു. പിന്നെയും 2 ആക്സിഡന്റ്സ്. പിന്നെ നമ്മൾ കൈലാസത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു ജന്മം കഴിഞ്ഞു എന്നാണ്. അവിടെ യമദ്വാറിലൂടെ കടന്ന് തിരിച്ചു വരുമ്പോഴൊക്കെ പലപ്പോഴും ഈ ഗ്ലേഷ്യറിലൊക്കെ സ്ലിപ്പായിട്ട് ഇപ്പോഴൊക്കെ കുറെ പേര് പോട്ടെ. ഞാൻ 10 കൊല്ലം മുമ്പാ പോയത്, 2003. ആ പോണ സമയത്തൊക്കെ ആരും ഉണ്ടാവില്ല, ഒറ്റക്കാ നടക്കുക. സ്ലിപ്പായി ഇപ്പൊ ചത്തൂന്ന് ചെയ്യും. അങ്ങനെ രക്ഷപ്പെട്ടു വന്നു. ഒരു 4-5 ഡെത്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് കാലിനെ തന്നെ ഉപേക്ഷിച്ച് കുറച്ച് പോസ്റ്റ്പോൺ ചെയ്ത് തന്നിരിക്കാം.
Any questions? You should ask questions. ടിവിയിലും കേൾക്കാം. യങ്സ്റ്റേഴ്സ് should ask കരിയറിനെ കുറിച്ചോ പഠിക്കാനുള്ള ഓപ്ഷൻസിനെ കുറിച്ചോ ഒക്കെ ചോദിക്കാം. പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചോ. I'll explain. His question is, life is learning. Do we reach perfection at the end? ഒരു മകൻ ഇപ്പം he doesn't know how to ask question in Malayalam, so he was talking in English. You know Malayalam? ചോദ്യം ചോദിക്കാൻ മാത്രം അറിയില്ല, അത്രയും അറിയില്ല എന്നർത്ഥം. പോരാ, നന്നായിട്ട് പഠിക്കണം. നമ്മുടെ മക്കള്, അച്ഛൻ, അമ്മ, ഐ വാസ് എ സയന്റിസ്റ്റ്, നോ ഐ എം എ ടീച്ചർ. നമ്മളൊക്കെ 100% ആണോ? Are you a 100% good son? അല്ല. Do you know how to become a 100% good son? Can you refine it? By the time you become 100%, your scale will change. You want to become much more better. 100% perfect എന്നൊന്നും സാധനം വളരെ കുറവാണ്. കാരണം perfection is a comparison between where we are and what we want to become. അല്ലേ? അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഇമാജിനേഷൻ, തിങ്കിങ് പ്രോസസ്, നമ്മുടെ കൺസെപ്റ്റ്, ആസ്പിറേഷൻ, എവ്രിതിങ് വിൽ ഗ്രോ. അങ്ങനെ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും. and we never get into perfection. അതുകൊണ്ട് you become unsatisfied. Very good. Becoming unsatisfied is the best starting point for progress എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ടോട്ടലി അൺസാറ്റിസ്ഫൈഡ് ആണ്. ബട്ട് ഓൾവേസ് ബി ഹാപ്പി. സന്തോഷവും സാറ്റിസ്ഫാക്ഷനും തമ്മിൽ വേർതിരിച്ചറിയണം. Am I good? So far good. Do I have to improve? Yes, I have to improve. Am I happy now? I am happy as what I am. But does it mean I will not improve further? No, I will aspire to improve, right? അവിടെയാണ് പെർഫെക്ഷൻ ഇല്ലായ്മയും സന്തോഷവും ആസ്പിറേഷനും എക്സ്പെക്ടേഷനും ഒക്കെ നമ്മൾ വേർതിരിച്ചറിയണം. So try to be a 100% good son. If you want to become 100% good son, do you evaluate yourself or you will get it from your parents? Get it from your parents too, right? Self evaluation, parents and evaluation. അച്ഛനോട് ചോദിക്കുക, അച്ഛൻ എനിക്ക് എത്ര മാർക്ക് തരും 100-ല്? Will you give me 100% as a son? ചോദിച്ചു നോക്ക്. No. 80%? 70%? Bargain for that. Ask Amma, how much you will give me? പിന്നെ വേറെ ഉണ്ടോ? അമ്മയോട് ചോദിക്കുക, അച്ഛൻ എത്ര മാർക്ക് കൊടുക്കും? അച്ഛനോട് ചോദിക്കുക, അമ്മക്ക് എത്ര മാർക്ക് കൊടുക്കും? നല്ല ഭാര്യ ആണോ? നല്ല ഭാര്യ അല്ലല്ലേ? ബെറ്റർ ഹാഫ് എന്നല്ലേ പറയാറുള്ളൂ നമ്മള്. എന്താ കാരണം? ബെസ്റ്റ് വേറെ എവിടെ ഉണ്ടേ? Because there is a chance to improve. അതുകൊണ്ടാണ് ബെറ്റർ മാത്രം കൊടുക്കുന്നത്. ബെസ്റ്റ് ആയിട്ട് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഇല്ല. ബെസ്റ്റ് ആകുമ്പോഴത്തേക്ക് ചത്തു. Right? So try to develop your life. That is life. Live in full enjoyment. Learn in full enjoyment. Enjoy life. Every moment you must enjoy. But an enjoyment should never make you to feel, oh, അത് ചെയ്യണ്ടായിരുന്നു തോന്നും. ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തോന്നും, അയ്യോ പറയണ്ടായിരുന്നു. അങ്ങനെ അബദ്ധങ്ങൾ ചെയ്തിട്ടുള്ള ജീവിതം ഉണ്ടായാൽ you will become unhappy. So get into a life where I will never feel, oh, വേണ്ടായിരുന്നു തോന്നരുത്.
Yeah, I have done it well. നടക്കടക്കേ പറയാൻ പറ്റുന്ന മൊമെന്റ്സ് ഉണ്ടാക്കണം. Your life becomes worthier when you have lot of such cherishable memories in your life. Understood? അങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകണം ലൈഫിൽ. You know how beautiful your life will become, how enjoyable your life will become when you have lot of activities. Be busy 100%. Every day travel from one place to another place. Meet people, talk to people, grow physically. അതെല്ലാരും വളരും. ഭക്ഷണം കഴിച്ചാലും കുറച്ച് കഴിച്ചാലും കൂടുതൽ കഴിച്ചാലും വയസ്സാവും. That's not important. Emotionally become balanced. Emotionally become balanced. ദേഷ്യപ്പെടണ്ടെന്ന് പറയുന്നില്ല, ദേഷ്യപ്പെട്ടോളൂ. ഒട്ടനെ ദേഷ്യമില്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ പറ്റണം. കറക്റ്റ് റെക്ടിഫൈ യുവേഴ്സ്. ഇമോഷണൽ ഫീലിംഗ്സ് ഷുഡ് കം, അതർവൈസ് യു ആർ നംബ്, യു വിൽ സ്റ്റെപ്പ് പ്രൊപ്പലർ. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഒട്ടനെ സോറി എന്ന് പറയാനുള്ള ഒരു മനസ്സെങ്കിലും ഉണ്ടാവണം ദേഷ്യപ്പെട്ടു പോയാൽ. ദുഃഖേഷു അനുദിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീത രാഗ ഭയ ക്രോധ ഒക്കെ ഉണ്ടാവണം എന്നാ പറയുന്നത്. പക്ഷെ ഇതിനൊക്കെ സ്ഥിതതീർ മുനുരുച്ഛതി, സ്ഥിതപ്രജ്ഞാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ബാലൻസ് ചെയ്യാൻ പറ്റും. ഇന്റലക്ച്വലി ഷാർപ്പ്, socially become human being, become social being. Because we are human being, be human. Because we are social being, be social. That is what is development in life and growth in life. For such people, there will be a lot of satisfaction. And you will feel that you are growing a pretty enjoyable life. Right? Not a temporary, permanent enjoyment. അതാണ് ഏറ്റവും അത്യാവശ്യം. For which you need a lot of mind control, mind management techniques. Go and look at my YouTube presentations in Vivekananda Center for Human Excellence in Hyderabad. 1 hour lecture in each of these topics you will hear. Right? Don't hear. Learn, understand, assimilate, grasp. Good question. നല്ല ചോദ്യം ചോദിച്ചാൽ നല്ല ഉത്തരം. Any more questions? എന്താ ആലോചിക്കണേ? ഇനി വീട്ടിൽ പോയി എന്താ തിന്നണ്ടത്? സാറേ, എനിക്കൊരു ഈ വാസ്തുശാസ്ത്രമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടായിരുന്നു. അതാണ് പലർക്കും സംശയം കാണുമായിരിക്കും. നമ്മുടെ വീടിന്റെ കന്നിമൂല സൈഡ് എന്ന് പറയുന്നില്ലേ, അവിടെ ഈ കക്കൂസ് ഒന്നും പണിയരുത്, അതുകൊണ്ട് അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ? അത് സാറിന് എന്താ പറയാനുള്ളത്? കാരണം ഞാൻ ഒരിക്കലും ഒരു കക്കൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീടിന്റെ അവിടെ. ഈ കന്നിമൂല സൈഡിൽ വരുമെന്ന് ഞാൻ അവിടെ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അതിന്റെ അവിടെ പണിയാനായിട്ടൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് വേറൊരു മാറ്റം പറഞ്ഞാൽ ഇവിടെ വരത്തില്ല, ഈ മേസ്ത്രി പറഞ്ഞു ഇവിടെ പറ്റത്തില്ല, അപ്പം ഈ സൈഡ് വിട്ട് അല്പം ഇങ്ങോട്ട് മാറണം. നാട്ടില് അതിനുശേഷം അവിടെ പണിയാൻ പറ്റുന്നത് ഞാൻ ആ വീടിനെ ടച്ച് ചെയ്യാതെ കുറച്ച് ബാക്കിലോട്ട് മാറി, ഒന്നും നോക്കാതെ ചെയ്തത്. ആരും വീട്ടിൽ നോക്കിയില്ല, ബാക്കിലോട്ട് മാറ്റി ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ അത് ചെയ്തതിന് ശേഷമാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഒന്നും നോക്കിയില്ല, കാരണം വീടിനെ ടച്ച് ചെയ്തത്. അന്ന് തൊട്ട് അസുഖമുണ്ട് എനിക്ക്. എത്ര ഏക്കർ സ്ഥലമുണ്ട്? അത് 20 സെന്റ്. 20 സെന്റ് നോക്കേണ്ട കാര്യമില്ല. എങ്ങനെ നോക്കേണ്ടത്? വാസ്തു വാലിഡ് അല്ല. 20 സെൻസിൽ 25 സെൻസിലധികം വേണം, 1/2 ഏക്കറിലധികം വേണം. അങ്ങനെ അല്ലാത്തവർക്കൊന്നും വാസ്തു പറഞ്ഞിട്ടില്ല. യു അണ്ടർസ്റ്റുഡ്? ആസ് പെർ വാസ്തു കുറെ നിയമങ്ങളുണ്ട്. ആ നിയമത്തിൽ ഒന്നാമത്തെ നിയമം, നമ്മളൊക്കെ വീട് വെക്കുമ്പം അറ്റാച്ച്ഡ് ബാത്റൂം വെക്കും അല്ലേ? നമ്മളൊക്കെ അറ്റാച്ച്ഡ് ടു ബാത്റൂമാണ്. ബാത്റൂം ടോയ്ലറ്റിനോടാണ് ഏറ്റവും അറ്റാച്ച്മെന്റ്. വേറെ ഒന്നിനും ആ പേര് പറയാറില്ല. അറ്റാച്ച്ഡ് പൂജാ റൂം ഉണ്ടെന്ന് നമ്മൾ പറയാറില്ല കേട്ടോ. അപ്പൊ ഈ അരേക്കറിന് മുകളിലുള്ളവർ മാത്രം ഈ സ്ഥാനം നോക്കിയാൽ മതി. അല്ല, ഇപ്പൊ പണ്ട് കാലത്ത് ആസ് പെർ വാസ്തു, ട്രഡീഷണൽ വാസ്തു, പാത്രം കഴുകണത്, കുളിക്കണത് ഒക്കെ വീട്ടിൽ നിന്നും 20 ഫീറ്റെങ്കിലും അകലെ വേണം മിനിമം. ഇപ്പൊ നമ്മൾ 20 ഫീറ്റ് വെച്ച് അടുത്തോന്റെ വീട്ടിൽ പോയിട്ട് കക്കൂസ് പോണ്ടി വരും. 20 ഫീറ്റ് അപ്പുറത്ത് പോയി അടുത്താളുടെ വീടാവും ഇല്ലേ? പറ്റുമോ? നീ ഒരു ചോദ്യം ചോദിക്കും. അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്, ഇതാണ് എന്റെ സ്ഥലം, ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്, ഇത് വടക്ക്, ഇത് തെക്ക് ആണല്ലോ. ഈ സ്ഥലത്ത് വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഇരിക്കണമെന്നൊക്കെയാണ് ശാസ്ത്രം പറയുന്നത്. അതായത് ഇരുന്നോട്ടെ, കക്ഷി ഇവിടെ ഇരുന്നോട്ടെ, അയാൾക്ക് സർവേ നമ്പറൊക്കെ നോക്കിയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ.
അല്ലേ? ഇയാളുടെ തൊട്ടടുത്ത പറമ്പാണ്. അപ്പൊ എവിടെ പാടില്ല എന്നാ പറഞ്ഞത്? വടക്ക് കിഴക്ക് എന്ത് പാടില്ല? ബാത്റൂം പാടില്ല. എവിടെ പറ്റും? തെക്ക് പടിഞ്ഞാറ് പറ്റുന്ന ഏരിയ. ഈ അടുത്ത വീട്ടുകാരന്റെ തെക്ക് പടിഞ്ഞാറും ഇയാളുടെ വടക്ക് പടിഞ്ഞാറും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? ഒരു കോമ്പൗണ്ട് വാളിന്റെ 9 ഇഞ്ചിന്റെ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ? അയാൾക്ക് അവിടെ കക്കൂസ് വെക്കാം, എനിക്കിവിടെ വെക്കാൻ പറ്റില്ല. അപ്പൊ ഈ വാസ്തു എന്ന് പറയുന്ന സാധനം ഒരു ചെറിയൊരു കോമ്പൗണ്ട് വാളിന് അപ്പുറത്ത് പ്രശ്നമില്ലെങ്കിൽ, നിങ്ങളുടെ വീട്ടിനകത്തുണ്ടായാലും വല്ല പ്രശ്നമുണ്ട്, വലിയ കോമ്പൗണ്ട് വാളുകൾ കെട്ടിയപ്പോൾ ഇറ്റ്സ് ഓൾ സ്റ്റുപ്പിഡ്, യൂസ്ലെസ്. ഇത് വാലിഡ് അല്ല എന്ന് നമ്മുടെ സ്ഥാപത്യവേദത്തില് മയമതം എന്ന പുസ്തകം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഹൗസസ്, ഇപ്പൊ നിങ്ങളുടെ ഫ്ലാറ്റിൽ ജീവിക്കുന്നവരുണ്ടല്ലോ ഇല്ലേ? ഇല്ലേ? ഫ്ലോർ നിങ്ങളുടേതാണോ? അല്ല, താഴത്തെ വീട്ടുകാരന്റെ റൂഫാണ്. റൂഫ് നിങ്ങളുടേതാണോ? അല്ല, മുകളിലത്തെ വീട്ടിന്റെ ഫ്ലോറാണ്. ആണോ അല്ലയോ? ഈ കഥകൾ നിങ്ങളുടേതാണോ? അല്ല, ഈ വോള് നിങ്ങളുടേതാണോ? അല്ല, മറ്റേ വീട്ടുകാരന്റെ വോളാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് ഇവിടെ ഇപ്പൊ ബാത്റൂം ഉണ്ടാക്കാം, പക്ഷെ മറ്റേയാളുടെ ബാത്റൂം നമ്മുടെ പൂജാ റൂമിന്റെ തൊട്ടടുത്താവും. ആവാലല്ലേ? യു ഹാവ് നോ കൺട്രോൾ. ഇതിനൊന്നും ബാധകല്ലാതെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങൾക്ക് ചുറ്റും പണ്ട് അഗ്രഹാരങ്ങൾ പണിതിരുന്നു, എറേ ഓഫ് ഹൗസസ്. അതുപോലെയാണ് ഇപ്പോഴത്തെ കോളനികൾ. അഗ്രഹാരങ്ങൾക്ക് വാസ്തു വേണ്ട, മൾട്ടിപ്പിൾ ഹൗസസിന് വാസ്തു വേണ്ട, എന്ന് വെച്ചാൽ ഫ്ലാറ്റുകൾക്ക് വേണ്ട. ഇതൊക്കെ കൃത്യമായിട്ട് എഴുതി തന്നിട്ടുണ്ട് നമ്മുടെ. ഞാൻ കേരളത്തിലെ വാസ്തു ക്ലാസ്സുകൾ എടുത്തിട്ട് കുറേ നടന്നിട്ടുണ്ട്. തൃശ്ശൂര് ഒരു പ്രസിദ്ധനായ വാസ്തുക്കാരൻ, അദ്ദേഹത്തിന്റെ കുറേ ശിഷ്യന്മാരും കൂട്ടാളികൾ കൂടിയിട്ട്, എന്റെ ട്രെയിൻ 12 മണിക്കാണ് മലബാർ എക്സ്പ്രസ് തൃശ്ശൂരിൽ. അപ്പൊ 12 മണിക്ക് നിങ്ങളെ വിടാം, 8 മണി മുതൽ 12 മണി വരെ 4 മണിക്കൂർ നമുക്കൊരു ഡിസ്കഷൻ ആവണമെന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ഒരു വീട്ടിൽ എന്നെ പിടിച്ചിട്ട്, എല്ലാം വാസ്തു അറിയുന്ന ആൾക്കാരാണ്. നമ്മൾ ഇത് ഇങ്ങനെ സംസാരിച്ച് ഇപ്പൊ സംസാരിച്ച പോലെ സംസാരിച്ചാണ്. ഞാനിങ്ങനെ സംസാരിച്ച് കേരളത്തിൽ നടന്നാൽ അവരുടെ പണി പോകും, കാരണം അവർ ജീവിക്കണതേ അതിനാണ്. അപ്പൊ അവരെന്നെ അറസ്റ്റ് ചെയ്തിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ വാസ്തുവില് എഴുതിയ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആൾ അടക്കിയിരിക്കണ്ടേ? അപ്പൊ അതിനകത്ത് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിന്റെ കതകും ഈ കട്ടിലുണ്ടല്ലോ, കട്ടിലയും കതകും ഒരേ മരമാണോ സെപ്പറേറ്റ് മരമാണോ? ഈ കട്ടിളയും കതകും ഒരേ മരാണോ ഇപ്പൊ ഉപയോഗിക്കുക, സെപ്പറേറ്റ് മരാണോ ഉപയോഗിക്കുക? നമ്മളൊന്നും നോക്കാറില്ലല്ലോ. മിക്കവാറും ഷട്ടർ, ഫ്ലഷ് ഡോറോ. ആസ് പെർ വാസ്തു വ്യത്യസ്ത മരങ്ങളായാൽ ഭാര്യ പേര് ദോഷമുള്ള സ്ത്രീയാണെന്നാണ് നിയമം. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും പേര് ദോഷമുള്ള ഭാര്യമാരുണ്ടോ? ഇത് ഞാനോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയല്ലേ ചോദിച്ചാണെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന പുസ്തകത്തിൽ ഇന്ന പ്രകാരം എഴുതിയിട്ടുണ്ട്, ശരിയാണോ? നിങ്ങളുടെ ഭാര്യയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ ചോദിച്ചു. തിരുവനന്തപുരം ഭാഗത്ത് പോയാൽ 2 അടുക്കളയുണ്ട് ഇപ്പൊ, അല്ലേ? പല വീടുകളിലും അതൊരു സ്റ്റൈലാണ്. 2 അടുക്കള ഉണ്ടായാൽ ഭർത്താവിന് അവിഹിത ബന്ധമുണ്ടെന്നാണ് വാസ്തു പറയുന്നത്. വാസ്തു പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ്, ഞാൻ പറയുന്നത്. ഞാൻ അല്ലാണ്ടൊന്നും പറയുന്നില്ല. ഇങ്ങനെ കുറെ നിയമങ്ങൾ അന്ന് എഴുതിയിട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ ആ സമയത്ത് കാല സ്ഥല നിബന്ധമായി എഴുതിയ നിയമങ്ങളാണ്. പണ്ട് കാലത്ത് ഇന്ന മൂലക്കാണ് കിച്ചൺ വേണ്ടത്. കേരളത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് തമിഴ്നാട്ടിൽ. ആന്ധ്രയില്, ഞാനിപ്പോ ആന്ധ്രയിലാണ് ജീവിക്കുന്നത്, ആന്ധ്രയിലുള്ള വാസ്തു കേരളത്തിൽ അപ്ലിക്കബിളേ അല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. എവിടെയാണോ നമ്മൾ കക്കൂസ് വേണ്ടാന്ന് പറയുന്നത് അവിടെയാണ് കക്കൂസ് വേണ്ടത്. എവിടെയാണോ കിച്ചൺ വേണ്ടാന്ന് പറയുന്നത് അവിടെയാണ് കിച്ചൺ വേണ്ടത്. എന്താ കാരണം എന്നറിയോ? കാറ്റിന്റെ ഡയറക്ഷൻ നോക്കിയിട്ടാണ് പണ്ട് കിച്ചൺ തീരുമാനിക്കുക. അടുക്കളയിലേക്ക് കാറ്റ് വരണം, പക്ഷെ പുക വീട്ടിനകത്ത് കടക്കരുത്, പുറത്തേക്ക് തന്നെ പോണം. ആ കോർണറിൽ ഉണ്ടായാൽ ഏത് ഭാഗത്ത് നിന്നാണ് കാറ്റ് അത് നോക്കിയിട്ടാണ് അടുക്കളയുടെ സ്ഥാനം തീരുമാനിക്കുന്നത്. അടുക്കളയുടെ തൊട്ടടുത്ത് ശൗചാലയങ്ങൾ പാടില്ല, കക്കൂസും കുളിമുറിയൊന്നും വെക്കില്ല. പണ്ട് കുറച്ച് ദൂരെ വെക്കാം. അതുകൊണ്ടാണ് നേരെ ഡയഗണലി ഓപ്പോസിറ്റ് വെച്ചത്. ഇതൊക്കെ ബാധകമാവുന്നത് എനിക്ക് കുറേ സ്ഥലമുള്ളപ്പോഴാണ്. അവിടെ വാസ്തു എന്ന് പറഞ്ഞാൽ ഡ്വെല്ലിങ്സ് എന്നാണ് അർത്ഥം. ഡ്വെല്ലിങ്സ് എന്ന് പറഞ്ഞാൽ വീടും ചുറ്റുപാടുന്ന അർത്ഥം. ഓരോ ഭാഗത്തും വെക്കേണ്ട മരങ്ങളുടെ നിയമങ്ങൾ പോലും ഉണ്ട്. കാരണം പണ്ട് ഓടുപുരയോ പുല്ലിന്റെ പുരയൊക്കെയോ തീരെ കാറ്റടിച്ചു കഴിഞ്ഞാൽ മരം പുഴകി വീഴുന്നതാണെങ്കിൽ
ഏത് ഭാഗത്താണ് വെക്കേണ്ടത്? സോഫ്റ്റ് വുഡുകൾ ഈ ഭാഗത്ത് വെച്ചാൽ കാറ്റ് ഈ ഭാഗത്താണെങ്കിൽ അങ്ങടേ വീഴുള്ളൂ, വീട്ടിന് മുകളിൽ വീഴില്ല. ഇപ്പൊ ഞാൻ കോൺക്രീറ്റ് വീട് വെക്കണു, ഏത് ഭാഗത്ത് വീണാലും എനിക്ക് വല്ല കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിയമങ്ങൾ മാറ്റി മാറ്റി എഴുതണം എന്ന് നമ്മുടെ ശാസ്ത്രം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വാസ്തു വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. സ്ഥലങ്ങൾക്ക് ഒരു എനർജി ഉണ്ട്, അതിനെ ബയോ എനർജി എന്നാ പറയാം. എൻ്റെ ആദ്യത്തെ ഏഷ്യാനെറ്റിലെ ഇന്റർവ്യൂ രാവിലെയുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പണ്ട്, ശുഭദിനം എന്ന് പറഞ്ഞിട്ടൊക്കെ വരുന്ന പോലെ. ഓർക്കില്ല എന്താ പേര്, പണ്ട് 2003-ലോ 2002-ലോ അതിനുവേണ്ടി രാവിലെ ഇന്റർവ്യൂ ചെയ്തതാ, ഒരു 20 മിനിറ്റ് പ്രോഗ്രാം. പക്ഷെ ഇന്റർവ്യൂറും ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന വീഡിയോഗ്രാഫറും നിർത്താതെ 2 മണിക്കൂർ പോയി. 20 മിനിറ്റ് പ്രോഗ്രാമിന് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്ത സാധനം 2 മണിക്കൂർ അവർ പിന്നെ റെക്കോർഡ് ചെയ്തു. അവസാനം അവർക്ക് എഡിറ്റ് ചെയ്യാൻ മാർഗമില്ലാണ്ടായി. അതിഥി എന്ന പ്രോഗ്രാമില് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണിച്ചൊരു പ്രോഗ്രാം, ചെറിയൊരു ക്ലിപ്പിംഗ് ഇതിനകത്ത് കാണാം യൂട്യൂബിൽ. ഫുൾ എൻ്റെ അടുത്തില്ല, കുറച്ചൊരു ഭാഗം. വാസ്തുവിനെ കുറിച്ച് വളരെ ഡിസ്കഷൻസ് നടന്നിരുന്ന ഒരു കാലമാണ് 2002-2003-ലൊക്കെ. ഈ 100% വാസ്തു എന്ന് പറഞ്ഞിട്ട് ഈ വെക്കുന്നതൊക്കെ ശരിക്കും തട്ടിപ്പോ. അങ്ങനെ 100% വാസ്തു ആയാൽ ബാത്റൂം പാടില്ല. വീടുകൾക്ക് അളവിന്റെ കോല് പോലും വാസ്തുവിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ക്ഷത്രിയനാണ്, നമ്പ്യാർ ക്ഷത്രിയന്മാരാണ്, ക്ഷത്രിയന്റെ അളവ് പോലും ശൂദ്രന്റെ അളവ് പോലും ബ്രാഹ്മണന്റെ അളവ് പോലും തമ്മിൽ വ്യത്യാസമുണ്ട് വീട്ടിനകത്തുള്ള സ്ഥലങ്ങൾ. കാരണം ക്ഷത്രിയനെ ആവശ്യം ഉള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് പൂജാവും വളരെ ചെറുത് മതി, പക്ഷെ ബ്രാഹ്മണന് വലിയ പൂജാവും വേണം. ഇപ്പൊ ഞാൻ ആരാ? ഞാൻ ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, ശൂദ്രനാണോ, വൈശ്യനാണോ? ഈ ഭാഗം നല്ലോണം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ബ്രാഹ്മണനാണ്. ഈഗോയും പവറും പൊസിഷനും ഒക്കെ വേണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഇത് ക്ഷത്രിയനാണ്, വയറ്റപ്പഴപ്പിനാണ് കയറുന്നത്, അതുകൊണ്ട് ഞാൻ മധ്യപ്രദേശുകാരനാണ്. കേരളത്തിലായതുകൊണ്ട് ശൂദ്രനുമാണ്. ഇതാണ് ഉത്തർപ്രദേശ്. നിങ്ങളൊക്കെ ഉത്തർപ്രദേശുകാരാണ്, പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാണ് നിങ്ങളുടെ ജോലി പറയുന്നത്. നോർത്ത് ഇന്ത്യയിലുള്ളവരൊക്കെ, ഛത്തീസ്ഗഡ്, പഞ്ചാബ്, അതൊക്കെ ക്ഷത്രിയന്മാരുടെ നാടാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ആരാന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്കൊരു വാസ്തു എവിടെയും പറഞ്ഞിട്ടുമില്ല. പിന്നെ കുറെ പേര് പറയും ഇവിടെ വീട് അവിടെ പൊളിക്കണം, ഇവിടെ പൊളിക്കണം. അങ്ങനെ കുറച്ച് കാശുള്ളവർക്ക് എന്തെങ്കിലും പൊളിച്ചാലല്ലേ രക്ഷയുള്ളൂ, കാശ് ചെലവാക്കണ്ടേ അല്ലേ? പിന്നെ ഇതൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന കുറെ പേരുണ്ട്. രാവിലെ TV തുറന്നാൽ കാണാം, എന്ത് രസ, ധന അപഹരണ യന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കും. നല്ല സുഖ, ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാല് കാശ് ഇങ്ങോട്ട് വരും. അതുകൊണ്ട് ഡോണ്ട് വറി അബൌട്ട് ഓൾ ദിസ് വാസ്തു ആൻഡ് ഓൾ. കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യം, അസുഖം വരാൻ വേറെയും പല കാര്യമാണ്. നമ്മുടെ കുഴപ്പം എന്താ വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ നമുക്ക് സംശയമായി, ഇതാണോ പ്രശ്നം, ഇതാണോ പ്രശ്നം. നമ്മുടെ സാധാരണ പറയുന്നത് നല്ല തലവേദനയുണ്ട്. തലവേദന ഉണ്ടാകുമ്പോ ഞാൻ ആരോടെങ്കിലും പറയും എനിക്ക് തലവേദന ഉണ്ടെന്ന്, ഉടനെ പറയും കണ്ണട ചെക്ക് ചെയ്തിട്ട് എത്ര കാലായി? ഓ 5-6 മാസമായിട്ടോ. നിങ്ങളൊരു ഐ സ്പെഷ്യലിസ്റ്റ് എടുത്ത് പോവാ, അയാൾ എന്തായാലും കണ്ണട മാറ്റും. കാരണം അയാളുടെ പണി ഏതാണ്? മാറ്റേണ്ട, ഇട്ടിട്ട് ഇതന്നെ മതി. ഏതെങ്കിലും ഐ സ്പെഷ്യലിസ്റ്റ് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോഴാണ് മൂക്കിലെന്തോ കുഴപ്പമെന്ന് തോന്നിട്ടോ, ആ ഇത് അറിഞ്ഞിട്ടുണ്ട്. ഉടനെ ENT സ്പെഷ്യലിസ്റ്റ് എടുത്തു. അയാൾ ഇതൊക്കെ കിട്ട് നോക്കിയിട്ട് പറയും ഇവിടെ കുറച്ച് വളഞ്ഞിട്ടുണ്ട്, അതങ്ങോട്ട് സർജറി ചെയ്ത് കട്ട് ചെയ്താൽ കറക്റ്റ് ആവും. കാരണം അയാൾക്ക് അതേ അറിയുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു വൈദ്യരെടുത്ത് പോയാൽ എന്താ ചെയ്യാ? എന്താണ് ഞാൻ തേക്കണെന്ന് ചോദിക്കും. അപ്പൊ കാച്ചെണ്ണയാണ്. ഇനി കാച്ചിട്ട് തേക്കണ്ട, തേച്ചിട്ട് കാച്ചിയാൽ മതി. ഇത് തേച്ചിട്ട് വെയിലത്ത് പോയി നിങ്ങളുടെ അസുഖമൊക്കെ മാറുന്നു. ഇനി സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോയി എനിക്ക് ഭയങ്കര തലവേദനയാണ്, എന്ത് സ്വപ്നമാണ് നിങ്ങൾ കാണാറുള്ളത്? കുറെ ചോദ്യങ്ങൾ ചോദിക്കും. ഇതൊന്നുമല്ല പ്രശ്നം, അയാളുടെ ഭാര്യയാണ് അയാളുടെ പ്രശ്നേ. തലവേദന എന്ന് പറയുന്നത് തന്നെ വീട്ടിനകത്ത് ഭാര്യ സ്ഥിരമായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ കുശുകുശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യാം? ഭാര്യ പറഞ്ഞ് 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 മാറ്റുക അല്ലേ? അങ്ങനെ മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ഭാര്യയെ മാറ്റുക. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങള് നമ്മളാണ് അനലൈസ് ചെയ്യണത്. അത് ശരിക്കും അറിയണം. വാസ്തുവിന് തീരെ ബന്ധമില്ല എന്ന് ഞാൻ പറയുന്നില്ല. വാസ്തു ടെസ്റ്റ് ചെയ്യാനുള്ള ചില ടെക്നിക്സ് ഞാൻ പറഞ്ഞില്ല. ഫസ്റ്റ് കുറച്ച് തുളസി നടുക. തുളസി വളർന്നാൽ
വാസ്തു നല്ലതാണെന്ന് അർത്ഥം. വാസ്തു എന്ന് പറഞ്ഞാൽ എനർജിയാണ്. നല്ല എനർജിയുള്ള വീടാണെങ്കിൽ തുളസി നന്നായിട്ട് വളരും. ഇനി തുളസി വളരുന്നില്ല എന്ന് വിചാരിക്കുക, അതിനുള്ള പോംവഴി പറഞ്ഞുതരാം. പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ ഫെൻസിങ് ചെമ്പരത്തിപ്പൂവിന്റെ ചെടികൾ നട്ടിട്ടായിരുന്നു. ആയിരുന്നോ? എന്തിനാ അറിയോ? എന്തെങ്കിലും ദുഷ്ടശക്തികൾ ഉണ്ടെങ്കിൽ വീടിനകത്ത് കയറാണ്ടിരിക്കാനാണ്. അപ്പൊ നിങ്ങളുടെ കോമ്പൗണ്ട് വാളിന് ചുറ്റും, കോമ്പൗണ്ട് വാൾ വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, കാരണം എൻ്റെ ഒരു അടുത്ത ബന്ധുവാണ് KG ശങ്കരപ്പിള്ള. അദ്ദേഹത്തിന്റെ നല്ല കവിതയുണ്ട്, എന്നറിയോ? കോമ്പൗണ്ട് വാൾ ഉണ്ടായത് എത്ര ഭാഗ്യം, ഗേറ്റിന് ലോക്കും താഴും ഒക്കെ ഉണ്ടായത് എത്ര ഭാഗ്യം, വീടൊക്കെ അടച്ചിടാൻ പറ്റുന്നത് എത്ര ഭാഗ്യം, കട്ടറിടാൻ പറ്റുന്നത് എത്ര ഭാഗ്യം, അകത്തിരുന്ന് സ്ഥിരമായിട്ട് TV കണ്ടോണ്ടിരിക്കാലോ എനിക്ക്. അതൊന്നും പുറത്തുനിന്ന് ആരും വരില്ലല്ലോ, കള്ളന്മാരൊന്നും വരുന്നൊന്നും ശ്രദ്ധിക്കില്ല. ഇപ്പൊ TV കണ്ടോണ്ട് ഇങ്ങനെ നിൽക്കലിരിക്കണം അല്ലെ? അപ്പൊ ഇതൊക്കെ ഉണ്ടാവാം കോമ്പൗണ്ട് വളയ്ക്കും. പക്ഷെ അതിന് ചുറ്റും ഹിബിസ്കസ് എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി. ഏറ്റവും നല്ല എനർജൈസർ ആണ് ചെമ്പരത്തി. അത് ചുറ്റും നടുക, സുഖമായിട്ടുണ്ടാവും. അതുകൊണ്ട് വാസ്തു ഒഴിവാക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം. പിന്നെ കുറെ നാമങ്ങള്. പൂജാമുറി നല്ല ശുദ്ധ. മിക്കവാറും കേരളത്തിലെ വീടുകളിലെ പൂജാമുറി ഡസ്റ്റ്ബിന്നാണ്. ഓരോ ക്ഷേത്രത്തിൽ പോകും, അവര് കുറച്ച് ചന്ദനവും ഒക്കെ തരും, അതിൽ ഒന്ന് തൊടും, ബാക്കി പൂജാമുറി കൊണ്ടുവരും. ഏറ്റവും കൂടുതൽ വൈറസ് ഉള്ള സ്ഥലമാണ്. കാരണം ക്ഷേത്രങ്ങളില് പാലും ചിലപ്പോ അഭിഷേകം ചെയ്ത് തരും ഇല്ലേ? അതിന്റെ കഷ്ണം എവിടെ വീണിട്ടുണ്ടാവും? പാലിന്റെ ബാക്കി ഈ തരുന്ന പ്രസാദത്തിൽ വീണിട്ടുണ്ടാവും. പാല് ഒരു ദിവസം ഇരുന്നാൽ എന്ത് പറ്റും? അത് കേടാവും. മിക്കവാറും വീടുകളിൽ പഴയ ഒരൊറ്റൊരു സാധനം ഉണ്ടാവില്ല. ക്ലീനസ്റ്റ് സ്പേസ് ആണ് പൂജാമുറികൾ. നല്ല ക്ലീൻ ആയിട്ട് വീട് സൂക്ഷിക്കുക. പിന്നെ നല്ല പാട്ടുകൾ, നല്ല ഡിസ്കഷൻസ്, അച്ഛനും മക്കളും ഒക്കെ തമ്മിൽ നല്ല തമാശയും ജീവിതവും സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാവുക. മിക്കവാറും ഭാര്യമാർക്ക് ഭർത്താവ് എന്ന് പറയുന്നതൊക്കെ ഹസ്ബൻഡുകളാണ്. ഹസ്ബൻഡ് അല്ലേ? ഭർത്താക്കന്മാർക്ക് ഭാര്യ എന്ന് പറയുന്നത് വെറി ഇൻവൈറ്റഡ് ഫോർ എവർ എന്നാണ്, വൈഫ്. അതൊന്നും ആവാതെ എന്റെ പൊന്നെ, എന്റെ ചക്കരെ, എന്റെ മുത്തേ എന്നൊക്കെ പറഞ്ഞ് നല്ലോണം സ്നേഹിക്കുക അല്ലേ? ഇന്ന് രാത്രി നല്ല രസമായിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. തലവേദനയൊക്കെ മാറും. ഭാര്യ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എന്താ കുട്ട, എനിക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തലവേദന ഉണ്ടോ? പോയി അല്ലേ? മക്കളെയൊക്കെ മടിയിലിരുത്തുക, അവരെ സ്നേഹിക്കുക, കൊഞ്ചിക്കുക, ലാളിക്കുക, ഇതാണ് ഏറ്റവും അത്യാവശ്യം. ഒരു ദിവസം ചത്തുപോയിട്ട് അയ്യോ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജീവിക്കുമ്പോഴാണ് ശരിക്കും സ്നേഹം കാണിക്കേണ്ടത്. അത് ഷെയർ ചെയ്യാനും സ്നേഹിക്കാനും ജീവിക്കാനും സാധിക്കാത്തിടത്തോളം കാലം നമ്മൾ കുറേ പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിൽ വീടിന് കുറച്ച് എനർജൈസ് ചെയ്യാൻ പറ്റുന്ന ചില സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എത്ര ഹാപ്പിയറാണോ അത്രയും സന്തോഷം ഉണ്ടാവും. നല്ല പാട്ടുകൾ വെക്കുക, നല്ല ഭജൻസ്. വിളക്ക് കത്തിക്കുന്നത് തന്നെ മാറിയാൽ അസുഖം വരും. ഏകവർത്യം മഹാവ്യാധി. ഒരു തിരി കത്തിച്ചാൽ മഹാവ്യാധി ഉണ്ടാവും വീട്ടുകാർക്കെന്നാണ്. എത്ര തിരി കത്തിക്കണം? തിരി എന്ന് പറഞ്ഞാൽ നമ്പർ അല്ല കേട്ടോ. ഈ കാണുന്ന ദീപങ്ങളെയാണ് വർത്യം എന്ന് പറയുക. അതിൽ എത്ര തിരിയുണ്ടെന്നാണ് നമ്മൾ പലപ്പോഴും എണ്ണ. ആ തിരിക്കണ്ണില്ല, കാരണം അതിനകത്ത് കോട്ടണും കയറും ഒക്കെ ഉണ്ടാവും. എത്ര നൂലുണ്ട് നമ്മൾ എണ്ണോ? കുറെ പഞ്ച് കൂടെ പിടിച്ചിട്ടാണ്. അപ്പൊ തിരി എന്ന് പറയുന്നത് ഒരു സാക്ഷി മാത്രമാണ്. കത്തുന്നതാണ് വർത്യം. ഏകവർത്യം മഹാവ്യാധി. എത്ര പേരുണ്ട് ഒറ്റ വിളക്കത്തിക്കുന്നവര്? ഏറ്റവും കഞ്ചൂസാണ്. സെൻട്രൽ ഒരു സാധനം ഇട്ടിട്ട് അല്ലേ, എണ്ണ കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ട്, ഔറംഗാബാദ് എന്ന് വരുന്ന ഒരു സാധനം. അതാണ് ഇപ്പൊ എല്ലാ വീട്ടിലും കഞ്ചൂസ് നമ്പർ 1. പിന്നെ നീ കത്തിക്കണേ നല്ല ലാവിഷായിട്ട് വിളക്കത്ത്, സന്തോഷം നല്ലോണം ഉണ്ടാവും. എനിക്ക് എണ്ണ കമ്പനി ഒന്നും ഇല്ല കേട്ടോ. ഏകവർത്യം മഹാവ്യാധി. ദ്വിവർത്തിസ്തു മഹദ്ധനം. 2 നാളം, ഒന്ന് ഭഗവാനും ഒന്നെനിക്കും. ഞാനും ഭഗവാനും വെളിച്ചത്തിരിക്കുമ്പോഴേ എനിക്ക് ഭഗവാനുമായിട്ട് യോജിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതിലാണ് ചേരേണ്ടത്. പിന്നെ ത്രിവർത്തിസ്തു ഏകവർത്യം മഹാവ്യാധി ദ്വിവർത്തിസ്തു ശോഭനം. ഏറ്റവും ബെസ്റ്റ്. ചതുർ
ചതുർവർത്യം ദരിദ്രത, ത്രിവർത്യം മോഹമാലസ്യം. 3 ഉണ്ടായാൽ മോഹവും ആലസ്യവും ഉണ്ടാവും, അസുഖങ്ങൾ ഉണ്ടാവും, സന്തോഷം ഉണ്ടാവില്ല മനസ്സിന്. ചതുർവർത്യം ദരിദ്രത, ദാരിദ്ര്യം ഉണ്ടാവും 4 കത്തിച്ചാല്. പഞ്ചവർത്തിസ്തു ഭദ്രം സ്യാൽ, 5 ഏറ്റവും ബെസ്റ്റ്. 2 തരത്തിൽ കത്തിക്കാം. ഒന്ന് കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്, വടക്ക് കിഴക്ക്, അല്ലെങ്കിൽ ഇക്വ ഡിസ്റ്റൻസും ആവും. അപ്പൊ വിളക്ക് കത്തിക്കണം നല്ലോണം. വൈകുന്നേരം ഇരുന്ന് എല്ലാരും കൂടി നാമം ചൊല്ലുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ അസുഖവും മാറും. ഞാൻ ഇങ്ങനെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറായിട്ട് കുറേ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ഭഗവാൻ സഹായിച്ച് ഒരൊറ്റൊരു മരുന്നുമില്ല ഈ ശരീരത്തിൽ. ഡോക്ടറെ കാണാറില്ല, മരുന്ന് കഴിക്കാറില്ല, പാക്കറ്റ് ഫുഡില്ല, കൂൾ ഡ്രിങ്ക്സ് ഇല്ല, ചോക്ലേറ്റ്സ് ഇല്ല. പിന്നെന്തിനാണോ താൻ ജീവിക്കണേ? ചത്തൂടെ എനിക്ക്? അതുകൊണ്ട് ആരോഗ്യപരമായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അസുഖങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. പാരമ്പര്യമായിട്ട് കിട്ടുന്ന കുറേ അസുഖങ്ങളുണ്ട്. പക്ഷെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഇപ്പൊ ഞാൻ പഴയ തറവാട് മാറ്റിയിട്ട് വീട് മാറ്റുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള കുറേ സംശയങ്ങൾ നമ്മുടെ ആൾക്കാരൊക്കെ പറയും. ഞാൻ തീരുമാനിച്ചിട്ട് നിന്ന സ്ഥലത്താണ്, ഏതാണോ കൺവീനിയന്റ് അവിടെയാണ് ബാത്റൂംസ് ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല, ഉറപ്പാണ്. അതുകൊണ്ട് വാസ്തുപുരുഷനെ കുറിച്ചൊന്നും ഭയപ്പെടണം. ചിലർക്കൊക്കെ കാണാം കോമ്പൗണ്ട് വാളിന് ഷേപ്പിങ്ങിന് അല്ലാത്തോണ്ട് ചെറിയൊരു ഇത് കെട്ടിയിട്ട് ഇതെന്റെതല്ല, എന്നാ മാനസികമായിട്ട് അല്ലാണ്ടിരിക്കണ്ടോ? അതൊന്നും കേട്ടോ. ചെറിയ കോമ്പൗണ്ട് ആരെ പറ്റിക്കാനത് ഭഗവാനെയാണ്, അല്ല വാസ്തുപുരുഷനെയാണ്. അയാളുടെ സർവേ നമ്പറും അളവൊക്കെ നോക്കിയിട്ടാണോ വന്നിട്ടിരിക്കുന്നത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഡോണ്ട് ബിലീവ് ദാറ്റ്. കുറെ കാലമായി വാസ്തുവിനെ കുറിച്ച് പ്രഭാഷണമൊക്കെ നടത്തിയിട്ട്. പണ്ട് ഒമാനിൽ പോയ സമയത്ത് മാതാപ്രധാനന്റെ ബർത്ത്ഡേ സെലിബ്രേഷന് എന്റെ സ്പെഷ്യൽ ടോക്ക് വാസ് ഓൺ വാസ്തു ആൻഡ് പൂജ. പൂജാവിധിയെ കുറിച്ചും വാസ്തുവിനെ കുറിച്ചുമാണ് അന്ന് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. എന്റെ ക്ലിപ്പിംഗ്സ് ഒക്കെ കാണാം യൂട്യൂബിലൊക്കെ പോയാൽ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചെഴുതാം. പ്ലാനുകൾ ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് അയച്ചു തരാം. എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ നാട്ടില് എവിടെയാ വീട്? കോട്ടയത്ത്. കോട്ടയത്തൊക്കെ എപ്പോഴൊക്കെ വരുമ്പോ ഞാൻ വരാം. ഇനി എന്തെങ്കിലും ഇവിടെ വല്ല ദുർപിശാചൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പിടിച്ചെടുക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏത് സ്പെഷ്യാലിറ്റിയിൽ പോയി കിടന്നാലും സുഖമായിട്ട് ഉറങ്ങും. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. ഒരു പേടിയില്ല, ഒന്നിനും പേടിയില്ല. ഭയം എന്ന് പറയുന്ന അടുത്ത പേടി. ഏത് സ്പെഷ്യാലിറ്റിയിലും ഏത് സമയത്തും പോകും. ജീവിതത്തിൽ കുറേ ശ്മശാനത്തില് കത്തി ജ്വലിച്ച് എണ്ണയൊക്കെ പൊട്ടി വയറൊക്കെ പൊട്ടിയൊക്കെ കണ്ടിട്ടുണ്ട് ഞാനത്. ഇങ്ങനെ ഇരിക്കും. ഒന്നും ഭയപ്പെടാനില്ല. കാരണം നമുക്ക് ഭയം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, പുറത്തുനിന്നല്ല. സോ ഡോണ്ട് വറി. ഡോണ്ട് വറി. എന്റെ അടുത്തേക്കാ ഞാൻ മെഷർ ചെയ്യാനുള്ള റോഡൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കുറെ മീറ്റേഴ്സ് ഒക്കെ ഉണ്ട് എന്റെ കയ്യിൽ. എന്ന് വെച്ചാൽ നമ്മൾ മന്ത്രം ചൊല്ലി മന്ത്രത്തിന്റെ ശക്തി കാണിച്ചു തരാം. അപ്പൊ നമ്മളൊക്കെ ചെറുപ്പത്തിലെ ഭയപ്പെട്ടിട്ട് രാത്രി ഉറക്ക് ഉണർന്നിട്ട് കരയുമ്പോൾ അമ്മ മന്ത്രം ചൊല്ലിത്തരാറുണ്ട്. ഇപ്പോഴാണ് അതിന്റെ മന്ത്രത്തിന്റെയൊക്കെ എഫക്റ്റ് എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ തുടങ്ങിയത്. അപ്പൊ അന്ന് നാമം ചൊല്ലിയിട്ട് എന്തെങ്കിലുമൊക്കെ കയ്യിൽ ഇത് പിടിച്ചു കിടന്നോ നീ സ്വപ്നം കാണില്ല എന്ന്. അന്നൊക്കെ വിചാരിച്ച് ഇത് വെറും തട്ടിപ്പാണെന്ന്. അതിനൊക്കെ നല്ല പവറാണ്, നല്ല എനർജി കൊടുക്കാൻ പറ്റും. അപ്പൊ നല്ല നാമങ്ങൾ ചൊല്ലുമ്പോഴാണ് നമ്മൾ നല്ല ശക്തിയുള്ളവരായിട്ട് മാറും. അതുകൊണ്ട് കുറേ നാമങ്ങൾ ചൊല്ലണം. വീട്ടില് പൂജകൾ നടത്തണം. അത് പൂജകൾ നടത്താൻ നമ്മളൊക്കെ ഇന്ന് കുറെ നാമം ചൊല്ലിയാൽ തന്നെ മതി. ഭജനയാണ് ഏറ്റവും അത്യാവശ്യം. എല്ലാരും കൂടിയുള്ള സത്സംഗങ്ങൾ ഉണ്ടാക്കുക ഒക്കെ അത്യാവശ്യമാണ്. അപ്പൊ നന്നാവും വീടൊന്നും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ശനിയാഴ്ചയും എന്റെ വീട്ടില് ഞാൻ സത്സംഗം കുറെ ശ്ലോകം ചെല്ലലൊക്കെ ഉണ്ടെന്ന്. അതിനൊക്കെ ബെനിഫിറ്റ് ആക്കാം. നമ്മളൊക്കെ നടന്നിട്ട് കുറെ ചെല്ലിക്കും. അവരെ കൊണ്ടൊക്കെ ഒരു 40 പേരിൽ നാമം ചൊല്ലുന്നത് എത്രയോ പൂജകൾ ചെയ്യുന്നതിന് തുല്യാന്നറിയോ? അപ്പൊ എല്ലാ ശനിയാഴ്ചയും ഫ്രീ ഓഫ് കോസ്റ്റ് എന്റെ വീട്ടില് ഇപ്പൊ ലളിതാ സഹസ്രനാമം കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലുകയാണ്. 1000 ആവർത്തികളാവും. സഹസ്രനാമം 1000 പ്രാവശ്യം ചൊല്ലുന്നത്. എത്ര പേരാ ചൊല്ലുന്നത്? 10 പേരാണെങ്കിൽ 10,000 പ്രാവശ്യമായി. അപ്പൊ ഈ ചൊല്ലുന്നവരൊക്കെ ഒരു ദിവസം ഒരാളുടെ വീട്ടില് ചൊല്ലുക. അപ്പൊ അവർക്ക് ഫ്രീ ആയിട്ട് ദേവീ പൂജ നടത്തുന്നതിനേക്കാളും എഫക്റ്റ് ഉണ്ടാവുന്നു. അടുത്ത ആഴ്ച വേറൊരാളുടെ വീട്ടിൽ പോയിട്ട് ചൊല്ലുക. അത്തരം സത്സംഗങ്ങൾ ഉണ്ടാക്കുക നിങ്ങൾ. അപ്പൊ കുട്ടികളും പഠിക്കും. അപ്പൊ എന്റെ മക്കൾക്കൊക്കെ നന്നായിട്ട് വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം ഒക്കെ ചൊല്ലാനാണ്. 2 വയസ്സ് 3 വയസ്സുള്ളപ്പോഴേ എന്താ ഗുണം?
ചൊല്ലിക്കൊക്കെ ഈ ഫുൾ കമ്പനി ഇരുന്ന് ചൊല്ലല്ലേ, അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ചൊല്ലാൻ പഠിക്കും അല്ലേ? ഞാൻ ഹൈദരാബാദിൽ കുറെ 100-400 ആൾക്കാരെ ഞാൻ ലളിതാ സഹസ്രനാമത്തിന്റെ അർത്ഥം പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത് സുഖമാണ്. അപ്പൊ കുറെ ശിഷ്യന്മാരുണ്ട് ലളിതാ സഹസ്രനാമം. അത് അറിഞ്ഞ് പഠിക്കണം, അതിന്റെ അർത്ഥമൊക്കെ അറിഞ്ഞ് നമ്മൾ പഠിക്കണം. ഇപ്പൊ ഇഷ്ടംപോലെ യൂട്യൂബിലും നെറ്റിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പറ്റും. അതൊക്കെ ഇരുന്ന് പഠിക്കുക, കുട്ടികളെ പഠിപ്പിക്കുക. എനർജി ഇങ്ങോട്ട് വരും. വീട്ടിലൊക്കെ ഒരു വാസ്തുപുരുഷനും കയറില്ല, ഒരു ശല്യം ഉണ്ടാവില്ല, ഒരു പിശാചും കയറില്ല. ഭഗവാൻ ഇരിക്കുന്നിടത്ത് പിശാച് ഉണ്ടാവും ഇല്ല. അതുകൊണ്ട് നല്ല പോലെ ചെയ്യില്ല. അതാണ് വേണം. പഠിക്കാൻ താല്പര്യം ഉണ്ടാവാൻ വേറെ മന്ത്രമുണ്ട്. സൗന്ദര്യലഹരി പഠിക്കണം. സൗന്ദര്യലഹരിയിൽ ഇരുന്നിട്ട് ഒരു പ്രാവശ്യം ഇരുന്നിട്ട് നിങ്ങൾ വായിച്ച് കേട്ട് കൂടെ ഇരിക്കണം. നല്ല സത്സംഗം ഉണ്ടാവും. അതുകൊണ്ടാണ് സത്സംഗ് എന്ന പേര്. നല്ല കമ്പനി ഉണ്ടാവും. ആ കമ്പനികളുടെ കൂട്ടത്തില് എങ്ങനെയാ മിക്കവാറും കള്ളുകൂടിയന്മാരാവുന്നത്? ആ കമ്പനി കള്ളുകൂടിയന്മാരാണ്. എങ്ങനെ തേച്ച് വിളിക്കുന്നവരാവുന്നത്? ആ കമ്പനി അങ്ങനെയാണ്. അങ്ങനെ കുറച്ച് പേര് നിങ്ങളുടെ കമ്പനി ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യു വിൽ ബിക്കം ദാറ്റ്. അങ്ങനെയുള്ള ഇപ്പം ബാക്കി ചൊല്ലുന്നവരില്ലേ ഇല്ലേ, ഇവരെ പിടിച്ചോളെ. അടുത്ത പ്രാവശ്യം ചെല്ലുന്ന സമയത്ത് കൂടെ ഇരുന്നിട്ട് ചൊല്ലി എന്ത് സുഖമായിരിക്കുന്നത്. നമ്മളെല്ലാം മറന്നുപോയില്ലേ? വീട്ടിലെ പ്രാരബ്ധവും വിഷമവും എല്ലാ പ്രശ്നങ്ങളും മറക്കും. ഫുള്ളി ഡിവോട്ടഡ്. എന്ത് രസമായിരിക്കും ജീവിതത്തിൽ. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു അരമണിക്കൂർ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാ ജീവിക്കണം? മനുഷ്യന്മാർക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. ഏതൊക്കെ മൃഗങ്ങൾക്ക് പറ്റും ഇതൊക്കെ? അപ്പൊ അത് നമ്മൾ ആഘോഷിക്കണം, ആസ്വദിക്കണം, അത് ചൊല്ലി തിമിർക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരാണോ സ്പോൺസർ ചെയ്യുന്ന ആളുടെ വീട്ടിൽ നല്ല പ്രസാദമൊക്കെ അല്ലേ, ഫ്രീ ശാപ്പാട് ഒരു ദിവസം സുഖല്ലേ. ബാക്കിയുള്ളവരെ നമ്മളെ ഫീഡ് ചെയ്യുന്നതും ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വരിക, എല്ലാവരും കൂടെ ചേർന്നിരുന്നിട്ട് ചൊല്ലും. ഇപ്പൊ ഹൈദരാബാദിലൊക്കെ കുറെ മിലിറ്ററിക്കാരുടെ വൈഫുമാരൊക്കെ കിറ്റി പാർട്ടി ഹാഫ് സ്ലീവ് ഒക്കെ ഇട്ട് നടക്കുന്നവരുണ്ടായിരുന്നു. അവരെയൊക്കെ പിടിച്ച് ലളിതാ സഹസ്രനാമം ചൊല്ലിച്ചു. ഇപ്പൊ നല്ല സുഖ. ആദ്യത്തൊക്കെ ഭയങ്കര കഷ്ടമായിരുന്നു, വരികയില്ല, റെസിസ്റ്റൻസ് നല്ലോണ്ടായിരുന്നു. പിന്നെ നമ്മൾ പഠിപ്പിക്കണോണ്ട് കുറച്ച് പേരൊക്കെ ഇങ്ങനെ തുടങ്ങി. And they're all enjoying. Most of them are enjoying. അതിന്റെ ഗുണം കുട്ടികൾക്ക് ഉണ്ടാവുക. എന്റെ മകൻ വിഷ്ണു സഹസ്രനാമം പഠിച്ചത് ചെറുപ്പത്തിലാണ്. അവൻ 8th, 9th, 10th, 12th ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ ഉപേക്ഷിക്കും. അത് കഴിഞ്ഞ് ഗ്രാജുവേഷന് പൂനെ പോയ സമയത്ത് ഒറ്റക്കാ താമസിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം പോയി, രണ്ടാമത്തെ പ്രാവശ്യം പോവാനാവുന്ന സമയത്ത് ബുക്ക് തപ്പുക വിഷ്ണു സഹസ്രനാമം. എന്തേ? അതിപ്പോ കുറച്ച് മനസ്സമാധാനം, അച്ഛനും അമ്മയൊന്നും അടുത്തില്ലല്ലോ, ഇത് ചെല്ലുമ്പോഴൊരു സുഖേ. അതാണ് ആ സുഖം. അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവും. അതുകൊണ്ട് ആ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവട്ടെ. ഈ ഒരു പ്രഭാഷണം കൊണ്ട് കുറച്ചു പേർക്കെങ്കിലും അത്തരം സത്സംഗങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങാൻ ഭാഗ്യമുണ്ടായാൽ, തുടക്കമുണ്ടായാൽ, ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ബെനിഫിറ്റ് ഓഫ് ദിസ് ക്ലാസ് ഫാമിലി. അത് ഉണ്ടാക്കണം. നമ്മുടെ റിലേഷൻഷിപ്സ് നല്ലപോലെ കൂടും. ആ റിലേഷൻഷിപ്പ് അതുപോലെ ഞാൻ പോയിട്ടുള്ള പല സ്ഥലങ്ങളിൽ തുടങ്ങിയിട്ടുള്ളതാണ് ഈ കുട്ടികളുടെ പ്രോഗ്രാംസ്. ഞാനതിന് പേരുകളൊന്നും പറഞ്ഞിട്ടുണ്ടാക്കണമെന്നില്ല. നമുക്ക് ബാലഗോകുലം എന്ന് പറഞ്ഞിട്ടാണ് പല സ്ഥലത്തും തുടങ്ങിയിട്ടുള്ളത്. ഹൈദരാബാദിൽ ബാലഗോകുലം ഞാനാ തുടങ്ങിയത്, ബിലായിൽ ഞാനാ തുടങ്ങിയത്, ജയ്പൂരിൽ ഞാനാ തുടങ്ങിയത്, ഡൽഹിയിൽ ഹൺഡ്രഡ്സ് ഓഫ് സെന്റേഴ്സ് ഉണ്ട് ഇപ്പൊ ബാലഗോകുലം. അവരുടെ എല്ലാ ആൾക്കാരെയും ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുത്തത് കുറെ കാലങ്ങൾ, 2 വർഷം ഞാനായിരുന്നു. അപ്പൊ കുട്ടികളെ ഒരു സൺഡേ എങ്കിലും നമ്മുടെ പഴയ മലയാള പാട്ടുകളും പഴയ ശ്ലോകങ്ങളും കേരളത്തെ കുറിച്ചുള്ള കഥകളും മലയാള ഭാഷയും ഒക്കെ പഠിപ്പിക്കും. ഇപ്പൊ കേരളത്തിലെ ജില്ലകളുടെ പേര് തെക്ക് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, മഴകേരിയൂർ, എറണാകുളം, അരികത്ത്, ഇടുക്കി, മരുവിളയും, പാലക്കാടും, തൃശ്ശൂരും, വാഴയൂർ പഞ്ചായത്തുള്ള മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, അങ്ങ് വടക്കന്റെ കാസർഗോഡും, ഇങ്ങനെ ഓരോ ശ്ലോകങ്ങളായിട്ടൊക്കെ പഠിക്കാൻ പറ്റും. അവർ മറക്കില്ല. കവിതയുടെ രൂപത്തിൽ പഠിക്കാൻ പറ്റുന്ന കുറെ ജനറൽ നോളജ് ഉണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് ആലപ്പുഴയിൽ സ്കൂൾ പോയ സമയത്ത് കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ എന്ത് രസാതൊക്കെ. അതൊക്കെ മക്കളെ പഠിപ്പിക്കണം. കാരണം ഇപ്പോഴേ പഠിക്കാൻ പറ്റും. അത് പഠിപ്പിക്കുന്ന കുറച്ച് തത്വം ഗ്രൂപ്പുകൾ, കുറച്ച് കൾച്ചർ, കുറച്ച് സ്പിരിച്വാലിറ്റി, ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് പഠിപ്പിക്കാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാക്കാം. ഐ എം ഷുവർ യു വിൽ സ്റ്റാർട്ട് എൻജോയിങ് ഇറ്റ്. ഗുഡ്. ഇനി മോർ ക്വസ്റ്റ്യൻസ്? നമ്മൾ ജനിക്കുന്ന സമയത്ത് കുറെ പ്ലാനറ്റ്സ് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. 12 രാശികളില് 9 ഗ്രഹങ്ങളാണെന്ന് പറയാം. ഗ്രഹങ്ങൾ പ്ലാനറ്റ്സ് അല്ല.
അതിൽ ഭൂമിയില്ല, ചന്ദ്രൻ, സൂര്യൻ, ബുധൻ, ശുക്രൻ, കുജൻ, ഗുരു, ശനി. പിന്നെ 2 ചാരഗ്രഹങ്ങൾ, എക്ലിപ്റ്റിക് ഗ്രഹങ്ങളുടെ പവർ കാണിക്കുന്ന രാഹു, കേതു. ഇതിന്റെ പൊസിഷൻസ് നമ്മൾ ജനിക്കുന്ന സമയത്ത്, ഇപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടിൽ മലയാളം കലണ്ടർ ഉണ്ടെങ്കിൽ ഒക്ടോബർ 20 നോക്കിയാൽ ആ ചാർട്ട് കാണാം. അത് അതുപോലെ കോപ്പി ചെയ്യുന്നതാണ് നമ്മുടെ ജാതകത്തിന്റെ ചാർട്ട്. ഇത് വെച്ചിട്ട് നമ്മുടെ കുറേ സ്വഭാവങ്ങളും മാനസികവും ശാരീരികവും ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇപ്പോ തലയിൽ മേടം രാശിയിൽ രാഹു വന്നാൽ നല്ല തലവേദനക്കാരനാവും. നിങ്ങൾ ഏത് വീട്ടിൽ താമസിച്ചാൽ. പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി മാറും. അപ്പൊ വാസ്തു സെപ്പറേറ്റ് കാണരുത്, ജാതകവും വാസ്തുവൊക്കെ റിലേറ്റഡ് ആണ്. ഇനി നിങ്ങൾക്ക് തലവേദന ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്വഭാവം ഉണ്ടാവും. ബാക്കിയുള്ളവരെല്ലാവർക്കും തലവേദന ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം ഇതും ആവാം. അവനവന് തലവേദന ഉണ്ടാവില്ല, പക്ഷെ ബാക്കി എല്ലാവർക്കും തലവേദന ഉണ്ടാകും. ഇത്തരം കുറെ കാര്യങ്ങൾ നമുക്ക് ജാതകത്തിലൂടെ പറയാം. ഈ ജാതകം എന്ന് പറയുന്നത് നമ്മളെ ഇട്ടിരിക്കുന്ന ഒരു കാറ് പോലെയാണ്. വാസ്തു എന്ന് പറയുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഒരു റോഡ് പോലെയാണ്. അപ്പൊ നല്ല വാസ്തു, നല്ല ജാതകം, നല്ല കാറ്, നല്ല റോഡ്, ഓടിക്കാൻ അറിയില്ലെങ്കിലോ? ഇത് രണ്ടും കണ്ടിട്ട് വല്ല കാര്യമുണ്ട്? ഈ ഓടിക്കാനുള്ള കഴിവിനെയാണ് കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. 1 വാസ്തു, 1 ജാതകം, 3 നമ്മുടെ കർമ്മം. നമ്മുടെ കർമ്മം നന്നായാൽ ഇത് രണ്ടും നമുക്ക് ഉപേക്ഷിക്കാം. മോശം വീടായാലും, മോശം കാറായാലും, മോശം റോഡായാലും നന്നായിട്ട് ഓടിക്കാൻ പറ്റുമെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പോ ക്യാരക്ടർ എന്ന് പറയുന്നത്, ബിഹേവിയർ എന്ന് പറയുന്നത് കുറച്ച് ഒരു 30% ഡിപ്പെൻഡ്സ് ഓൺ ജാതകം. 30% ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, ആരുടെ കൂടെയാണ് താമസിക്കുന്നത്, ആരൊക്കെയാണ് നമ്മുടെ ചുറ്റുവട്ടത്ത്, അവിടുത്തെ എനർജി നല്ലതാണോ, ഇതൊക്കെ അനുസരിച്ചിട്ടാണ്. ഇത് വളരെ ശാസ്ത്രീയമായിട്ടുള്ളൊരു വിഷയമാണ്. ഇപ്പൊ അടുത്ത കാലത്ത് 9ാം ക്ലാസ്സിലെ ഒരു കുട്ടി മോശം പഠിക്കുന്നേ ജാതകം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇപ്പൊ കുട്ടിയുടെ ജാതകം നോക്കിയപ്പോ ഈ കുട്ടിയായിട്ട് റിലേഷൻ ജാതകത്തിന് വരുന്നേ ഇല്ല. ഞാൻ പറഞ്ഞു ഈ ജാതകം ശരിയല്ല. ഇനി അമ്മയുടെയും അച്ഛൻ്റെയും ജാതകം തന്നാൽ അത് വെച്ചിട്ട് കുട്ടിയുടെ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അച്ഛൻ്റെയും അമ്മയുടെയും ജാതകം നോക്കിയ സമയത്ത് ഈ കുട്ടി അവരുടേതല്ല. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഒരാൾ മോനെയും കൊണ്ടുവരികയാണ്, ഞാൻ അച്ഛനും അമ്മയോടും പറയുന്നത് നിങ്ങളുടെ കുട്ടിയല്ല, ഒരു പഠിക്കില്ലേ? അപ്പൊ സമ്മതിച്ചു ദത്തെടുത്ത മോനാണ്, ദത്തെടുത്ത മോനാണെന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടിയുടെ സമയം നോട്ട് ചെയ്തതൊക്കെ തെറ്റാണ്. അപ്പൊ കറക്റ്റ് ടൈം ആണെങ്കിൽ പ്രഡിക്ഷൻസ് വളരെ കറക്റ്റ് ആവും. പിന്നെ നമ്മൾ ആരുടെ കൂടിയാണ് ജീവിക്കുന്നതനുസരിച്ച് കുറേ നമുക്ക് മാറ്റങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ചിലപ്പോൾ ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും കൂടെ നോക്കുള്ളൂ നമ്മൾ. അവൻ നോക്കുമ്പോൾ കുറച്ച് ഇൻഫ്ലുവൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ വളരെ കറക്റ്റ് ആയിട്ടുള്ള സംഭവം. അപ്പൊ ജാതകം വളരെ പെർഫെക്റ്റ് ആയിട്ട്, കുട്ടികളുടെ മാത്രമല്ല നമ്മളതൊക്കെ എഴുതിച്ചിട്ടുണ്ട്. എന്റെ ജാതകം എന്റെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് തോന്നിയ സമയത്താണ് ഞാൻ അസ്ട്രോളജി പഠിച്ചു തുടങ്ങിയത്. ഇത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ. അവസാനം മനസ്സിലായി അസ്ട്രോളജി അല്ല തെറ്റ്, എന്റെ ജാതകമാണ് തെറ്റ്. പിന്നെ പലപ്പോഴും പലരും പറയുന്നത് ശരിയായിട്ട് ഫലിക്കാറില്ല. കാരണം പ്രെഡിക്ഷൻസ് ഇന്റർപ്രിട്ടേഷൻസ് ആണ്. അതുകൊണ്ടാണ് മരുന്ന് ഡോക്ടർമാർ എഴുതിയിട്ട് ഫലിക്കാതെ പോകാറുണ്ടോ? ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്താ പറയാ? ഡോക്ടർ മോശമാണെന്ന് പറയും. നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അലോപ്പതി എന്ന് പറയുന്ന സംഭവയെ തെറ്റാണ്? പറയില്ല. നമ്മൾ വേറെ ഡോക്ടർ എടുത്തു. അസ്ട്രോളജിയിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നമ്മൾ എന്ത് പറയും? അസ്ട്രോളജി എന്ന് പറയുന്നത് സയൻസേ അല്ല പറയും. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള നമ്മുടെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസം. അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള, പിന്നെ ഇതൊന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അസ്ട്രോളജിയും വാസ്തുവും നോക്കേണ്ട കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞത്. കർമ്മം നന്നായാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയൊക്കെ വിൽ ഫോൾ ഇൻ ലൈൻ. അതുകൊണ്ട് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി എന്താ അസ്ട്രോളജി നോക്കിയിട്ട് നമ്മൾ മാക്സിമം പറയാം, ഇന്ന സ്ഥലത്ത് പൂജ ചെയ്യണം എന്ന് പറയും അല്ലേ? എന്തിനാണ് പറയണേ? അത് മണി ഓർഡറായിട്ട് അയച്ചാൽ മതിയോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെ. യു ഷുഡ് പ്രസന്റ് ദർ, യു ഷുഡ് ബി പ്രസന്റ് ദർ. നമ്മൾ അവിടെ ഇരുന്നിട്ട് കൂടെ ഇരുന്ന് ചെയ്യിപ്പിക്കണം. പക്ഷെ പലപ്പോഴും മലയാളികൾക്ക് മിസ്സാവുന്നതാണ്. നമ്മൾ കാശ് കൊടുത്ത് പൂജാരിയോട് ചെയ്തോളാൻ പറയും, ഇപ്പുറത്ത് ബീഡി ചേർത്തൊക്കെ വെച്ചിരിക്കും, ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും, അവസാനം കാശ് കൊടുത്ത് അയാളെ പറയും. ഒരു ഗുണമില്ല.
ഫലം വേണമെങ്കിൽ ഇപ്പൊ ഹൈദരാബാദിലൊക്കെ ജീവിച്ചുകൊണ്ടുള്ള ഗുണതാണ്. പൂജാരി അടുത്തിരിക്കും, നമ്മളോട് ചെയ്യാൻ പറയും, നമ്മൾ ചെയ്യണം. ഹി വിൽ ഓൺലി ഗെയിൻ. ഹു ഈസ് ഡൂയിങ് പൂജ? വി ആർ ഡൂയിങ് പൂജ. അത് ശരിക്കും നമ്മൾ ചെയ്യണം. എന്നിട്ട് ചെയ്യുമ്പോൾ എന്താ പറയാന്നറിയോ? വൈരാഗ്യസിദ്ധ്യർത്ഥം സമർപ്പയാമി. ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാനെ ഞാൻ ഇത് തരുന്നത്. എന്നിട്ട് അവസാനം നമ്മുടെ ലിസ്റ്റ് കൊടുക്കും, ഇന്നതൊക്കെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടൊരു കാര്യമില്ല, ഭഗവാൻ ഒന്നും നമുക്ക് തരാൻ പോണില്ല. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം. പ്ലാനിങ്, നല്ല പ്ലാനിങ്. പ്ലാൻ ചെയ്ത കാര്യം ജമ്പ് ഇൻ ടു ആക്ഷൻ. ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം. ആരെങ്കിലും നിർത്തിയാലും ഐ ആം നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ്, ഐ ആം ഗോയിങ് ടു കണ്ടിന്യൂ മൈ ജോബ്. അത്തരം കർമ്മം ചെയ്യുന്നവർക്ക് ആരുണ്ടാവും കൂടെ? ഭഗവാൻ കൂടെ വരും എന്നാ പറയും. അതാണ് ഭാരതീയ ശാസ്ത്രം. അതുകൊണ്ട് കർമ്മമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്റെ ഗുരു തന്നെ എഴുതിയിട്ടുണ്ട്, വിധി ഹരി ഹരന്മാരിലല്ല കർമ്മത്തിലത്രേ. ഹരിയും ഹരനും ഒന്നല്ല നിങ്ങളുടെ ജീവിതം നയിക്കുന്നത്, കർമ്മമാണ് നയിക്കുന്നത്. ആ എഴുതിയത് ആരാന്നറിയോ? തന്ത്ര സമുച്ചയം എന്ന കേരളത്തിലെ ക്ഷേത്രാചാരങ്ങളെ കുറിച്ച് അതോറിറ്റി ആയിട്ടുള്ള ഏക ബുക്ക് എഴുതിയിട്ടുള്ള ഋഗ്വേദ പണ്ഡിതനാണ് ശ്രീ കെ പി സി ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാട്. അദ്ദേഹമാണ് എന്റെ ഗുരു, വേദിഗുരു. അദ്ദേഹമാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. വിധി ഹരിഹരന്മാരിലല്ല കർമ്മത്തിലത്രേ. കർമ്മം കൊണ്ടാണ് നമ്മൾ നന്നാവേണ്ടത്. അതുകൊണ്ട് നല്ല കർമ്മം ചെയ്യുക, വസ്തുവും വിടുക, അസ്ട്രോളജി നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് നല്ല കർമ്മം ചെയ്ത് ജീവിക്കുക. യു വിൽ ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ്. അടുത്ത ജന്മത്തിൽ നമുക്ക് കാണുമ്പോൾ ചത്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് പറയാം. നിത്യചൈതന്യതിയോട് ചോദിച്ചപ്പോ, എന്റെ വേറൊരു ഗുരു നിത്യചൈതന്യതിയാണ്, ഇതേപോലെ ആൻസർ പറഞ്ഞു. എന്റെ ഒരു ചെറിയ കവിതാ ബുക്ക് ഉണ്ട്, ആരോ ഫ്രം ഷാഡോ ആണ്. രാമൻ ഒളിയം പെയ്തു, അതുകൊണ്ട് കൃഷ്ണനെ ഒളിയം പെയ്ത് തിരിച്ചു കെട്ടിച്ചാവേണ്ടി വന്നു. രാമൻ ഏകപത്നി വ്രതനായി ജീവിച്ചു, അതുകൊണ്ട് അടുത്ത ജന്മത്തില് കുറേ ഭാര്യമാരെ കെട്ടി. രാമന്റെ അനിയൻ ലക്ഷ്മണൻ രാമൻ ചെയ്ത കർമ്മം കൊണ്ട് കുറേ അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്, കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അടുത്ത ജന്മത്തില് ഈ മോക്ഷം പ്രാപിച്ച് എന്റെ കൂടെ ലയിച്ചു ചേരും എന്നാണ് കൃഷ്ണൻ പറയുന്നത്. നിങ്ങൾക്കറിയോ നിങ്ങളുടെ അവസാന കാലം എപ്പോഴാണ്? ഇപ്പൊ ഇരുന്ന ഇരിപ്പിൽ പോയിക്കൂടെ? കൃഷ്ണൻ അതുകൊണ്ട് എന്താ പറയണത്? ഏത് സമയത്തും നിങ്ങൾ ചത്തുപോവാം. അതുകൊണ്ട് എല്ലാ സമയത്തും ആരെ കുറിച്ച് ആലോചിക്കണം? കൃഷ്ണനെ കുറിച്ച് ആലോചിക്കണം. അതാണ് മോക്ഷത്തിനുള്ള മാർഗം. അതുകൊണ്ട് പുനർജന്മത്തെ കുറിച്ചോ അടുത്ത ജന്മത്തെ കുറിച്ചോ ഒന്നും ആലോചിക്കല്ലേ. ഏതിലേക്ക് പോകാനാണ് ശ്രമിക്കേണ്ടത്? മോക്ഷത്തിലേക്ക്. അതിന് രാമ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇതാണ് മഹാമന്ത്രം. അത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം എന്നാ പറയാം. അതെത്ര പ്രാവശ്യം ചൊല്ലുന്നോ കൃഷ്ണന്റെ അടുത്തടുത്തേക്ക് പോകും. പിന്നെയും കുറെ ടെസ്റ്റിംഗ് ഉണ്ടാവും, പിന്നെയും പാപം ചെയ്യും. അങ്ങനെ കുറെ പാപങ്ങൾ ചെയ്താൽ കുറെ പുനർജന്മങ്ങളും കുറെ ജന്മങ്ങളും ഒക്കെ വേണ്ടി വരും. അതൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഏതായാലും തെക്ക് ഭാഗത്ത് നിന്ന് കിഴക്കോട്ടെത്തിയവരല്ലേ, ഭഗവാന്റെ അടുത്തേക്ക് എത്തിയിട്ടുള്ളവരാണ്. ഇതാണ് ഭഗവാന്റെ സ്ഥലമാണ്. അപ്പൊ ഇനിയിപ്പോ ലയം പ്രാപിക്കാൻ എളുപ്പാ. ഹിമാലയം കിടന്ന് അങ്ങോട്ട് പോയാൽ മതി. നമ്മളൊക്കെ പ്രാർത്ഥിക്കാതാ കൈലാസത്തിലൊക്കെ പോണ സമയത്ത്, ഇവിടുന്ന് മരിക്കണേ ഭഗവാനെ. പിന്നെ വല്ലതും മനസ്സിലായി പറഞ്ഞത്? ഞാൻ പറഞ്ഞു സാർ. അനുകൂല അനുകൂൽ മോനെ സ്കൂൾ VKV ബ്രില്യന്റ് അല്ലേ? അമ്മ ഏതാ അമ്മ ഇയാളുടെ? നീ എന്നെ നോക്ക്, എന്നിട്ട് അമ്മയോട് ചോദിക്കും 10ാം ക്ലാസ്സിൽ എനിക്ക് എത്ര മാർക്ക് ഉണ്ടെന്ന് ചോദിക്കും. എന്നോട് ചോദിക്കും. 52%, 54% തെറ്റിപ്പോയി. +2 എത്ര മാർക്ക് ഉണ്ടെന്ന് ചോദിക്കും.
52%. എനിക്ക് സ്ഥിരമായിട്ട് അടി കിട്ടുമായിരുന്നു. എന്താ കാരണം അറിയോ? നിന്റെ ഏട്ടന് നല്ല ബുദ്ധി ഉണ്ടല്ലോ. ഏട്ടന് ബുദ്ധിയുള്ള ഇപ്പൊ എന്റെ കുഴപ്പമാണ്. ഇപ്പൊ എന്റെ ഏട്ടൻ പറയുന്നത് എന്താ അറിയോ? ഈ ശശിയുടെ ബുദ്ധി എനിക്കില്ലല്ലോ. അവൻ PhD ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറെ കാലമായി. PhD കിട്ടിയില്ല. MBA ചെയ്യാൻ തുടങ്ങിയിട്ട് പകുതിയായിട്ട് വിട്ടു. ഞാനിതൊക്കെ ഈസി ആയിട്ട് ചടപടാന്ന് പറഞ്ഞെടുത്തു. എടാ നീ പേടിക്കണ്ടടാ. അതുകൊണ്ട് എപ്പോഴാണ് ഒരു കുട്ടി പഠിക്കാണ്ടിരിക്കുക എന്ന് പറയാൻ പറ്റില്ല. യൂസ്ലെസ് ഫെലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വഴക്ക് പറയും പിള്ളേരെ. യൂസ്ലെസ് അല്ല, യൂസ്ഡ് ലെസ്. അപ്പൊ ഇപ്പൊ മുതൽ തീരുമാനിക്കാം എന്ത് ചെയ്യാൻ പോയാ നന്നായിട്ട് പഠിക്കും. ഏതെങ്കിലും വിഷയത്തിൽ എവിടെയെങ്കിലും പഠിക്കാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഡയൽ മൈ നമ്പർ. ആ വിഷയം 10 മിനിറ്റ് കൊണ്ട് ആ ചാപ്റ്റർ ചെയ്യാൻ പഠിച്ചു. ഡോണ്ട് വറി. മക്കളെ അമ്മ ഒരിക്കലും വേറെ മക്കളായിട്ട് കമ്പയർ ചെയ്യരുത്. ഇന്ന് പോയിട്ട് മടിയിൽ കിടത്തിട്ട് മോനെ നീ നന്നാവും. ഞാൻ നന്നായത് ഒരൊറ്റൊരു കാരണം കൊണ്ടാ. എന്റെ അമ്മ മടിയിൽ കിടത്തിട്ട് മോനെ നീ നന്നാവും, മോനെ നീ നന്നാവും, മോനെ നീ നന്നാവും. ഈ അമ്മമാരാണ് ഈ മക്കളെ കുഴപ്പത്തിൽ ചാടിക്കുന്നത്. അച്ഛന്മാര്, ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു, അച്ഛന്മാരൊക്കെ അന്ധന്മാരാണ്. അവരെ കൊണ്ട് ഒരു ഗുണവുമില്ല മക്കൾക്ക്. എല്ലാ റെസ്പോൺസിബിലിറ്റിയും അമ്മമാർക്കാണ്. ആണോ അല്ലയോ? മഹാഭാരത കഥയിൽ ഞാൻ നേരത്തെ പറഞ്ഞത് അവിടെ സ്കൂൾ ടീച്ചേഴ്സിന് ധർമ്മപുത്ര ദുര്യോധൻ 2 കസിൻ ബ്രദേഴ്സ് ഉണ്ട്. അമ്മ കേക്കവിടെ. ധർമ്മപുത്ര ദുര്യോധൻ 2 കഥാപാത്രങ്ങളുണ്ട്. അവർ ഒരേ തറവാട്ടിലാണ് ജനിച്ചത്. ആണോ അല്ലയോ? ധർമ്മപുത്രനും ദുര്യോധനും. ആരാ നല്ലത്, ആരാ മോശം? ധർമ്മപുത്രൻ നല്ലത്, ദുര്യോധനൻ ചീത്ത. ധർമ്മപുത്രന്റെ അച്ഛൻ കാൽ കഴിഞ്ഞു പോയി, കഥ കഴിഞ്ഞു പോയി. അതുകൊണ്ട് മോൻ നന്നായി. അച്ഛന്മാരുണ്ടായാൽ നന്നാവില്ല എന്നാണ്. അമ്മ മക്കളെ നോക്കിയിട്ടുള്ളിടത്തൊക്കെ മക്കൾ നന്നായിട്ടുണ്ട്. പക്ഷേ ധർമ്മപുത്രരുടെ അമ്മ ഒരിക്കലും മക്കളെ കഴിയില്ലാത്തവരെന്ന് പറഞ്ഞിട്ടില്ല. എപ്പോഴും മക്കളെ പുകഴ്ത്തി പറയരുത്. അങ്ങനെ പറഞ്ഞ് പുകഴ്ത്തിയിട്ട് നന്നായിട്ടുള്ളവരാണ്. എവിടെയെങ്കിലും കാണാൻ പറ്റും മഹാഭാരതത്തില് അമ്മ മക്കളെ കുറ്റം പറഞ്ഞ് പഞ്ചപാണ്ഡവന്മാരെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. മറ്റേ സ്ഥലത്തോ ഗാന്ധാരിയോ എപ്പോ നോക്കിയാലും മോനെ കുറ്റം പറയും. നീ നിന്റെ കസിൻ ബ്രദേഴ്സിനെയൊക്കെ നോക്കി പഠിക്കുന്നൊക്കെ പറയും. നോക്കി പഠിക്കാൻ പറ്റുന്നതാണോ ഈ നല്ല കാര്യങ്ങൾ? എന്നാ ഈ നോക്കി പറയുന്ന ആളോ കണ്ണടച്ചിട്ടാ പറയണേ. അവര് നോക്കുകയില്ല. ഗാന്ധാരിയെ ഈ അമ്മ അന്ധയായാൽ മക്കൾ കേടാവും. മഹാഭാരത കഥയുടെ സ്റ്റോറി എന്നാണ്. അമ്മ അന്ധയാവരുത്. അച്ഛന്മാരൊക്കെ അന്ധന്മാരാണ്. അതുകൊണ്ടാണ് കുരുടനെ അച്ഛനാക്കി വെച്ചത്. ഇനി അച്ഛൻ മോശമായാൽ അമ്മ എന്ത് ചെയ്യണം? കണ്ണു തുറന്ന് മക്കൾ എവിടെയൊക്കെയാണ് കൂട്ടുകൂടുന്നു നോക്കണം. ഈ ദുര്യോധനൻ ആരുടെ കൂട്ടുകെട്ടായിരുന്നു? ശകുനിയുടെ. അതുകൊണ്ട് മക്കൾ ആരുടെ കൂടെ കൂട്ടുകൂടുന്നു എന്ന് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കണ്ടു. നല്ല കൂട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർ നന്നാവും. ഇവരെന്തായാലും വിവേകാനന്ദ സ്കൂളിലാണ്, നല്ല കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ്. ഡെഫിനറ്റ്ലി നല്ല കൂട്ടുകെട്ടാണെന്ന് വിചാരിക്കുക. അവരെ യു മസ്റ്റ് ബ്രിങ് അപ്പ് ചിൽഡ്രൻ ലൈക്ക് എ കൈറ്റ് എന്നാണ്. എങ്ങനെ കൈറ്റ് പറപ്പിക്കുക? സ്ട്രിങ് പിടിച്ചു വെച്ച പറക്കും. വിടണം. എങ്ങനെ വിടണം? അപകടങ്ങളിൽ പോകാതെ ശ്രദ്ധിച്ചു വിടണം. എവിടെയെങ്കിലും അപകടം പെടുന്ന ഒന്ന് പിടിച്ചു വരിക, ടൈറ്റ് ആക്കാം, പിന്നെയും വിടാം. അല്ലാതെ അടച്ചു കൂട്ടിയിട്ട് ആരെങ്കിലും കയറ്റ് പറപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് മക്കളെ നല്ല ഫ്രീ ആയിട്ടുണ്ട്. എന്റെ മക്കളെയൊക്കെ 2 മക്കളുണ്ട്. ഞാനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് സയന്റിസ്റ്റ്, മാത്തമാറ്റിക്സ് PhD ആണ്. എന്റെ വൈഫും PhD ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് സയന്റിസ്റ്റ് ആണ്. എന്റെ മൂത്ത മകൻ പറഞ്ഞ എനിക്ക് എക്കണോമിക്സ് പഠിക്കണമെന്ന്. വണ്ടർഫുൾ, വെരി ഗുഡ്. അവനതാ ഇഷ്ടം. രണ്ടാമത്തെ മകൻ ബിടെക് പഠിക്കാണ്. ഇതുവരെ 2 മക്കളോടും പഠിക്കണം എന്ന് പറയില്ല. കടന്നുറങ്ങിയ മക്കളെ പറഞ്ഞു. കാരണം അവർ പഠിച്ചോളൂ. എല്ലാ ആക്ടിവിറ്റീസും ഉണ്ടാവും. ഇപ്പോഴത്തെ മക്കൾ എന്ന് വെച്ചാൽ ബ്രില്യന്റ് സ്റ്റുഡൻസ് ആണ്. ഏട്ടനെക്കാളും ബ്രില്യന്റ് ആണ് ഞാൻ എപ്പോഴും. കാരണം അവർക്ക് ഏട്ടന്റെ അടുത്ത് കുറെ കാര്യം പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇപ്പൊ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എന്റെ ചെറിയ മകൻ കുഞ്ഞേട്ട കുറെ ചോദ്യം ചോദിക്കും. കുഞ്ഞേട്ടനെല്ലാം പറഞ്ഞോളൂ. അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ പറയുന്നു, ഇത്രയൊന്നും എനിക്ക് എന്റെ മൂത്ത മകന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവനൊരു കുഞ്ഞേട്ടൻ ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? അപ്പൊ ചെറിയ മക്കൾ കുറെ കാര്യങ്ങൾ പഠിക്കും, ബ്രില്യന്റ് ആണ്. പക്ഷെ ഈ മക്കളോടുള്ള എക്സ്പെക്ടേഷൻസ് മാറ്റും. ജസ്റ്റ് ബ്ലസ് ദം. നീ നന്നാവും, നീ എന്റെ മോനാണ്. അമ്മ മക്കൾക്ക് കൊടുക്കേണ്ടത് ഒറ്റൊരു കാര്യം,
കോൺഫിഡൻസ്, സ്നേഹം. ആ കോൺഫിഡൻസ് എത്രയാണോ അമ്മക്ക് മക്കളെ കുറിച്ച് ടെൻഷൻ കൂടുന്നത്, അതിനേക്കാളും ടെൻഷൻ മക്കളുടെ ഹൃദയത്തിൽ. ഇവിടെ ഹാർട്ട് ബീറ്റ് കൂടുമ്പോൾ അവിടെ ഹാർട്ട് ബീറ്റ് കൂടും. കാരണം ബയോറിതം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അമ്മയും മക്കളും കൂടി കണക്ട് ചെയ്യുന്നത്. അമ്മ എങ്ങനെയാണോ മക്കളെ കുറിച്ച് വിചാരിക്കുന്നത്, അതാണ് മക്കളായിത്തീരുക. അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് മക്കളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനസ്സോടുകൂടി ജീവിക്കുക, മക്കളെ നല്ല പോലെ ബ്ലസ് ചെയ്യുക, നല്ല പോലെ സ്നേഹിക്കുക, അതാണ് അത്യാവശ്യം. ഗുഡ്. ദുര്യോധനൻ അസൂയ കാണിച്ച ഒരാളാണെന്നാ പറയുന്നത്. അവൻ അങ്ങനെ അസൂയ കാണിക്കാൻ? ധൃതരാഷ്ട്രം. ഓക്കെ, ധൃതരാഷ്ട്രം അങ്ങനെയാണ് കാണിച്ചത്. അതുകൊണ്ട് അതുകൊണ്ട് അയാളുടെ മകനും അങ്ങനെയായി. എന്താ കാരണം? ശകുനി കൂട്ടുകാരനായിരുന്നു. ഇതൊക്കെ ഇൻസ്പിറേഷൻ കൊടുത്ത അമ്മാവന്മാരാണ്. അതുകൊണ്ട് നല്ല ആൾക്കാരുമായിട്ട് കൂട്ടുകൊടുക്കണം. ഈ ഒരു ഇന്ററാക്ഷനും കുറച്ച് സമയം കൂടി ഇരുന്ന് സത്സംഗങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടത് ഏറ്റവും നല്ലത് കുറെ സത്സംഗങ്ങൾ, ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ്, ഹാവ് റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ, ട്രൈ ടു സോഷ്യലൈസ് മോർ. കാരണം പുറത്തൊക്കെ ജീവിക്കുന്നവരെ നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ കുറെ ഗ്രൂപ്പ്സും കുറെ ആക്ടിവിറ്റീസും, പിന്നെ കുറെ ഡിഫറെന്റ് ഗ്രൂപ്പ്സും ആക്ടിവിറ്റീസും ഉണ്ടെന്ന് തെറ്റൊന്നുമില്ല കേട്ടോ. ഡിഫറെന്റ് അസോസിയേഷൻസ്, ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ്, ഡിഫറെന്റ് കൾച്ചറൽ പ്രോഗ്രാംസ്, ഡിഫറെന്റ് ഭക്തി സമാജം, അതൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നല്ലതാണ്. അവരൊക്കെ കൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് കുറെ ആക്ടിവിറ്റീസ് കൂടി പ്ലാൻ ചെയ്യും. ഞാൻ ഹൈദരാബാദിലൊക്കെ വലിയ കേരള ഉത്സവങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. കേരളത്തിന് വെളിയിൽ ആദ്യമായിട്ട് ബോട്ട് റേസ് നടത്തിയത് ഞാനാണ്. ആലപ്പുഴ നിന്നും 3 ബോട്ടുകൾ ട്രാൻസ്ഫർ ചെയ്ത് ഹുസൈൻ സാഗർ ലേക്കിൽ കൊണ്ടുവന്ന് 560 തുറക്കാരെ കൊണ്ടുവന്ന് അവിടെ കോമ്പറ്റീഷൻ നടത്തി 160ഓളം ആർട്ട് ഫോംസ് കൊണ്ടുവന്ന് നമ്മുടെ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ, കുട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം, അതൊക്കെ തെലുങ്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ പാടിച്ചിട്ടുണ്ട്. ഇപ്പൊ കുറെ ആർട്ട് ഫോംസും ഫെസ്റ്റിവൽസും ഒക്കെ ചെയ്യണം, നമ്മുടെ പ്രസൻസ് ഫീൽ ചെയ്യിപ്പിക്കണം. ചന്ദ്രബാബു നായിഡുവിനൊക്കെ മലയാളികളുടെ പ്രോഗ്രാംസ് ത്രില്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു പ്രോഗ്രാം അവർക്ക് പോലും ഹൈദരാബാദിൽ നടത്താൻ പറ്റില്ല. ലാർജ് ആർട്ട് ഫോംസ്, കഥകളി രാത്രി വിളക്ക് കത്തിച്ചിട്ട് റിച്വലിസ്റ്റിക് ആയിട്ട് നടത്തിയിട്ടുണ്ട് നെക്ലേസ് റോഡിൽ. അങ്ങനെ വണ്ടർഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നമുക്ക്. അതിനുള്ള സ്ട്രെങ്ത് നമുക്കുണ്ടാവും. വെൻ യു ഹാവ് പ്ലാൻസ്, റിസോഴ്സ് വിൽ കം. മേക്ക് സം ലാർജ് പ്ലാൻസ്, ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ്. ബിലായിലൊക്കെ നല്ല ആക്ടിവിറ്റീസ് ആണ് മലയാളി സമാജവും അവിടുത്തെ അസോസിയേഷൻസും ഒക്കെ ചെയ്യുന്നത്. ജയ്പൂര്, ഞാൻ പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നല്ല കുറെ ആക്ടിവിറ്റീസ് നടത്തുന്നത്. അപ്പൊ അങ്ങനെ കുറെ ആക്ടിവിറ്റീസും പ്രോഗ്രാംസും കൾച്ചറലി, ലൈബ്രറി, റീഡിങ് ഹാബിറ്റ്സ്, അതൊക്കെ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാവട്ടെ. നാട്ടിൽ എപ്പോഴെങ്കിലൊക്കെ വരികയാണെങ്കിൽ. നമസ്കാരം. റെസ്പെക്റ്റഡ് ഡോക്ടർ ടി പി ശശികുമാർ സർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ശ്രീ നാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കേരള,